ആറട്ടെണ്ണ ഇന്നലെ പുഷ്പ കാണാൻ പോയിട്ട് രാവിലെ ഒരു ലേഡിയായിട്ട് ഡാൻസ് കളിച്ചില്ലേ, അവർ ഗേൾ ഫ്രണ്ട് ആണെന്നും പെരേര അടിച്ചുകൊണ്ട് പോകുന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ടൈറ്റിലൊക്കെ ഇട്ട് സാധനം വരുന്ന കണ്ടു. അവരെ നമുക്ക് നേരത്തെ പരിചയമുള്ള ആളാണ് അല്ലേ? ആറട്ടൻ്റെ ഫ്രണ്ടാ, എൻ്റെ ഫ്രണ്ടാ. ആറട്ടൻ ആദ്യം പരിചയപ്പെട്ടത്, പിന്നെ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് എനിക്കും പരിചയമുണ്ട്. അവര് ചുമ്മാ ഫിലിം കാണാം. നമ്മള് സിസ്റ്റർ ആരെയില്ല നമ്മള് കാണുന്നു. അത് ഇവന്മാർ വേറെ എടുത്തു. ആരെടുത്തുന്നേ ഷാബുമോൻ പറഞ്ഞ കട്ടാണ്. ഈ വനിതാ തിയേറ്ററിലെ പാപ്പരാശികളാണ്. ഷാബു പറഞ്ഞ കട്ടാണ്. എവിടെ നിന്നാണ് വീഡിയോസ് എടുക്കുന്നത് പറയാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഒരു സെലിബ്രിറ്റി വരുമ്പോ ഞാൻ ആൺ സെലിബ്രിറ്റീസ് കൈ കൊടുക്കുന്നത് വൈറലാവില്ല. ഇതുവരെ ഒരു ആൺ സെലിബ്രിറ്റി കൈ കൊടുക്കുന്നത് വൈറലായിട്ടില്ല. പെൺ സെലിബ്രിറ്റീസ് കൊടുക്കുമ്പോൾ വൈറലാവും. പിന്നെ ഒരു ആക്ട്രസ് ആണ് സംസാരിക്കുമ്പോൾ മര്യാദക്ക് നമ്മൾ വെയിറ്റ് ചെയ്യും. ബാക്കില്ല വെയിറ്റ് ചെയ്യുമ്പോൾ ഇവർ കാണിക്കുന്ന എന്താണ്, ഞാൻ വായ നോക്കുക. ഞാൻ ഒരുപാട് ഉടായ്പാടി. ഇപ്പൊ ഐശ്വര്യലക്ഷ്മിയുടെ കാര്യത്തിൽ ഐശ്വര്യലക്ഷ്മി പ്രതികരിച്ചില്ല, ഇതിൽ ഇവർ പ്രതികരിച്ചു. ഇതാണ് വ്യത്യാസം. ഇവരെന്താ പറഞ്ഞേ? പെണ്ണ് കേരളത്തിലെ കപ്പട്ട സദാ ഇവിടെ ഒരു ആണും പെണ്ണും ഒന്നും ചേർക്കാൻ പറ്റില്ല. ഇവർക്ക് ഒരു ആണും പെണ്ണും ചേർന്ന് ആണും പെണ്ണും പറഞ്ഞാൽ അവിടെ സെക്സാണ് വരുന്നത് ചേരണം. ഒരു ആണും പെണ്ണും ഫ്രണ്ടിൽ വെച്ചപ്പോ ഇപ്പൊ ഈ രാത്രിയല്ല ഒരു ആങ്ങളൊക്കെ പെങ്ങളൊക്കെ വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞാൽ ഈ കപട സദാചാരമുള്ള ആൾക്കാർ പ്രശ്നം ഉണ്ടാകും. ചെറിയ പങ്കുണ്ടല്ലോ. കാരണം മറ്റൊന്നുമല്ല, ലൈംഗിക ദാരിദ്ര്യമാണ്. കേരളത്തിലെ അമ്മമാർക്ക് നല്ല ലൈംഗിക ദാരിദ്ര്യമുണ്ട്. പുതിയ ന്യൂ ജൻസി പിള്ളേര് സംഭവം എന്തൊക്കെയാണെങ്കിലും അവർക്ക് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഉണ്ടായതുകൊണ്ട് അവർക്ക് ലൈംഗിക ദാരിദ്ര്യം ഇല്ല. അമ്മമാർക്കാണ് ഏറ്റവും ലൈംഗിക ദാരിദ്ര്യം. അതുകൊണ്ടാണ് മീഡിയ ഇങ്ങനത്തെ ന്യൂസ് ഇടുന്നത്. കാരണം അതേ വിറ്റ് പോകുള്ളൂ. ഞാനും ഒരു കാലത്ത് പൈസ ആവശ്യം വന്നപ്പോൾ ഇട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിറ്റ് പോകും. അവർക്കും പൈസ ആവശ്യമായിരിക്കും. പൈസ ഞാൻ ഓൺലൈൻ മീഡിയക്കാരെ കുറ്റം പറയില്ല. കാരണം അവർക്ക് നീടാണ്. പലർക്കും കടവുണ്ട്, ജീവിക്കാൻ വേണ്ടി പലരും ചെയ്യുന്നത്. പക്ഷേ നമ്മളെ പറ്റി പറയുന്നതാണോ പ്രശ്നം? അല്ല, ജീവിക്കാൻ വേണ്ടിയാണ് കുഴപ്പമില്ല. വിശന്ന് കേട്ടാ കുഴപ്പമില്ല പറഞ്ഞ പോലെ ജീവിക്കാൻ വേണ്ടിയാണ് കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഓൺലൈൻ മീഡിയ ഞാൻ ഒരു പരിധികൾക്കൊന്നും പറയാത്തത്. അവർ ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്യണം. ഇപ്പൊ എന്റെ അന്ന് ട്രാൻസ്ജെൻഡർ കേസ് വന്നപ്പോ ഈ മെയിൻ സ്ട്രീം മീഡിയ സാറ്റലൈറ്റ് ചാനൽ എന്താ ചെയ്താ ഒരു ദിവസം മുഴുവൻ എന്റെ ഫോട്ടോല്ല അവര് കാണിച്ചത് എന്റെ തരം. അവര് ഗ്രീഡിന് വേണ്ടിയാണ്. ഒരാൾ ജീവിതകാളയാണ്. എന്റെ സ്ഥാനത്ത് വേറെ ഒരാളാണെങ്കിൽ ആത്മഹത്യ ചെയ്തതാണ്. പക്ഷെ ആറാട്ടന് ചെറിയൊരു പങ്കുണ്ട്. ആറാട്ടൻ്റെ ഒരു പെങ്കുച്ച് പ്രസന്റ് ആയാൽ ആൾക്കാരുടെ നോ പറയാൻ ബുദ്ധിമുട്ടാണ്. അതല്ല, താൻ ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞ കുറേ സാധനം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഞാനും കൈ കൊടുത്തു, പെരേരയും കൈ കൊടുത്തു. പെരേര സുഖം കിട്ടിയാണ്, എനിക്ക് സുഖം കിട്ടിയില്ല എന്ന് പറയാം. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അവനൊരു വീഡിയോയിലും പോസ്റ്റ് ഇട്ടിട്ടില്ല. അങ്ങനെ ഞാൻ സുഖം കിട്ടാണ്ട് എല്ലാം കൈ കൊടുക്കണം. ഗുഡ് ടച്ചും ബാറ്റ് ടച്ചും വ്യത്യാസമുണ്ട്. ഗുഡ് ടച്ച് ആണ് ലവും, ബാറ്റ് ടച്ച് ലെഫ്റ്റുമാണ്. ഞാൻ നല്ല ഉദ്ദേശത്തോടെ കൈ കൊടുക്കണം. ഞാൻ ഒരിക്കൽ പണ്ട് ഡിഗ്രി ഞാൻ അറിയാതെ അവിടെ നടന്നു പോയി. ഇമ്മ പറയാൻ ഡിഗ്രി മൈൻഡ് ചെയ്തിട്ടില്ല. ഇത് ശരിക്കും പാപ്പുലാരിറ്റിയിലാണ്. അത് സാബുവും പറഞ്ഞ കറക്റ്റാണ്. പല ആംഗിളിൽ വീഡിയോ വെച്ചിട്ട് എന്തൊക്കെയാ വരുന്നറിയില്ല. ഏത് ഞാൻ വെള്ളിയാഴ്ച മാത്രമേ 130 പോകാറുള്ളൂ. ഇവന്മാർ പറഞ്ഞാൽ 130 താമസം പറയണം. ആ വെള്ളിയാഴ്ച പോകാറുള്ളൂ. വെള്ളിയാഴ്ച റിലീസ് ഉള്ളൂ. വെള്ളിയാഴ്ച വ്യാഴ്ച ആ റിലീസ് ചെയ്ത ദിവസം മാത്രമേ പോകാറുള്ളൂ. ഏത് ദിവസം ഒന്നും പോകാറില്ല. അത് ആ സമയത്ത് ഇവർ എങ്ങനെയും കണ്ടിട്ടുണ്ടാകും. നമ്മള് പറയാത്ത പോലെ ഇപ്പൊ അമിത് ചാക്കിലൊക്കെ ആക്ടറായിട്ടൊപ്പം പഠിച്ച അവനെ കൊണ്ട് നല്ലതാ പറഞ്ഞ നല്ല തലയാണ്, നല്ല ബുദ്ധിമാനാണെങ്കിലും പറഞ്ഞു. വീഡിയോ ഒക്കെ ഇട്ടത് അമിത് ചാക്കിൽ പറഞ്ഞു ഇവൻ പണ്ടേ കോഴിയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവര് മുഴുവൻ വളച്ചൊടിക്കുകയാണ്. പക്ഷെ ആറാട്ടണ്ണ വേറെ കാര്യമുണ്ട്. ആറാട്ടണ്ണ ഇങ്ങനെ ക്രഷ് ഉണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ട്, എല്ലാ പെണ്ണുങ്ങളെ നോക്കുന്നുണ്ടെന്നുള്ളൊരു ധാരണ ആൾക്കാർക്ക് ഉള്ളതുകൊണ്ടായിരിക്കും ആറാട്ടണ്ണോട് കോഴിയുടെ ഇമേജ് ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ കാര്യം തുറന്നു പറഞ്ഞു. വേറെ പോലെ ആൾക്കാർ തുറന്നു പറഞ്ഞില്ല. ഞാൻ കാര്യം തുറന്നു പറഞ്ഞു. താൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം പോസ്റ്റ് ഇട്ടു. തുറന്ന് പറയുമല്ല, പോസ്റ്റ് ഇടുക ചെയ്ത ശരിയാണ് പറയുന്നില്ല. എന്റെ ഭാഗത്ത് തെറ്റില്ല. പക്ഷെ എനിക്ക് ഇടയ്ക്ക് ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നു. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പണ്ടൊരു 800 കോട്ടിൽ വിലാസ് ബുക്ക് ചെയ്തതാണ്. ഓരോ കോട്ട്സ് ഓൾറെഡി ഒരു കോപ്പി പോലും വിറ്റ് പോയില്ല. കാരണം ആൾക്കാർക്ക് അങ്ങനത്തെ ഫിലോസഫി വേണ്ട. ആൾക്കാർക്ക് വേണ്ടത് മസാലയാണ്. ഇതുകൊണ്ട് ആ മാധവിക്കുട്ടി പോലും അവരുടെ സെക്സ് ലൈഫ് ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ കഥ പറഞ്ഞു അങ്ങനത്തെ കാര്യം വിറ്റ് പോകുള്ളൂ. എസ്പെഷ്യലി ഇപ്പൊ വെസ്റ്റേൺ വേൾഡിൽ വിറ്റ് പോകുന്നു തോന്നുന്നില്ല. കാരണം അവർക്ക് ലൈംഗിക ദാരിദ്ര്യം ഇല്ല. ഈ അഡൽട്ട് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ക്രൈം, ഫയർ, എത്ര ചാനലാണുള്ളത്. ക്രൈമിൽ കാണിക്കുന്നതാണ്. അവർക്ക് എന്തൊരു റെസ്പോൺസ് ആണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇപ്പോഴത്തെ പുതിയ ഡ്രസ് അല്ല, ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അങ്ങോട്ട് എസ്പെഷ്യലി വയസ്സായ ആൾക്കാർക്ക് എല്ലാം ഭയങ്കര ലൈംഗിക ദാരിദ്ര്യമാണ്. അല്ല അവർ കുറ്റപ്പെട്ട കാര്യമില്ല, അവരുടെ സോഷ്യൽ സ്ട്രക്ചർ അങ്ങനെ പോയി. പുതിയ ഡ്രസ് പിള്ളേർക്ക് ആതിരിക്കട്ടെ. ആറാട്ടൻ എസ്മ സീരീസ് കണ്ടിട്ടുണ്ടോ? എസ്മ സീരീസിനെ പറ്റി അറിയോ? ഫോണല്ല, സോഫ്റ്റ് ഫോണാ, മലയാളം. എസ്മയെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടേ ഇല്ലേ? എന്തോ കേട്ടേക്കുന്നത്?
എന്തൊക്കെയോ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നുണ്ടോ? അതിനകത്ത് ആരെങ്കിലും ഒരാളെ പരിചയമുണ്ടോ? ഒരാളെ പരിചയമുണ്ടോ അതിനകത്ത്? ആരെയും പരിചയമില്ല. എനിക്ക് നിങ്ങളെ പോലും അറിയില്ലായിരുന്നു. ഞാൻ യൂട്യൂബ് നോക്കുന്ന ട്രോളൊന്നും നോക്കാത്ത ആളായിരുന്നു. ഞാൻ അന്ന് വൈറലായപ്പോ നിങ്ങളെ കുറിച്ച് അറിയും. നിങ്ങള് 10 വർഷമായിട്ട് അറിയപ്പെടുന്ന ആളായിരുന്നു. അതാ 10 വർഷം. എനിക്ക് നിങ്ങളെ പോലും അറിയില്ല. ഞാനൊന്നും നോക്കുന്ന ആളായിരുന്നില്ല. പക്ഷെ എല്ലാവരും എസ്പ സീരീസിന്റെ ഒരു ഇത് എന്താ പറയട്ടെ, സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടി എടുക്കുവോ തനിക്ക്? എനിക്ക് പോകാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെ ഇപ്പൊ ഭരതന്റെ പത്മനാഭ സിനിമകളിലെല്ലാം ഒരു സെൻസ്വാലിറ്റി കാണിക്കണം. വൈശാലിയാണ് സിനിമയിലെ കാണിക്കുന്നത്. സെൻസ്വാലിറ്റി അല്ല, സെൻസ്വാലിറ്റി. എനിക്ക് അങ്ങനത്തെ ആ തരത്തിൽ സെൻസ്വാലിറ്റി താല്പര്യം. അല്ലാതെ വെറുതെ ഈ മൃഗങ്ങള്. ഓക്കെ, ഇതൊരു ടൈപ്പ് ഓഫ് സിനിമയാണ് ശരിക്കും. പോൺ മൂവീസ് അല്ലെ, പോൺ എന്ന് പറയുമ്പോ ആണ് എന്റർടൈൻമെന്റും ആണ് പർപ്പസ്. ആര് പറഞ്ഞു? ഇവിടെ തിയേറ്ററിൽ, അമേരിക്കയിലൊക്കെ തിയേറ്ററിൽ ഇത് ഓടുന്നുണ്ടല്ലോ. ഹോളിവുഡ് മൂവീസിലാണെങ്കിൽ അമേരിക്ക തിയേറ്ററിൽ ഓടിച്ചിട്ടുണ്ടെന്ന് പോൺ മൂവീസ്. പോൺ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സാലറി മേടിക്കുന്ന ആൾക്കാരുമാണ്. പോൺ സ്റ്റാർസ് ഭയങ്കര ഫേമസുമാണ്, നല്ല സാലറി പെയ്ഡ് ആണ്, എല്ലാമാണ്, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരുമാണ്. ഇവിടെ ആയതുകൊണ്ടല്ലേ പ്രശ്നം? എന്തിന്? ലൈംഗിക വൈകൃതിയാണ് ചെയ്യുന്നത്. ആര് പറഞ്ഞു? എല്ലാ പോണും അങ്ങനല്ലല്ലോ. ഞാൻ പോണെന്ന് കാണാറില്ല, കണ്ടിട്ടില്ല പറയുന്നില്ല, കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത് താല്പര്യമില്ല. ഒരു പെർഫെക്റ്റ് സെക്സ്വാലിറ്റി ആയിട്ട് തോന്നിക്കണം. അങ്ങനെ എന്താ പറയാ, ഒരു ക്രൈം പോലെ, ക്രിമിനൽ പോലെ ആ സ്റ്റൈലാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ എസ്മ സീരീസിന്റെ പുതിയൊരു അതല്ല, അവരുടെ പുതിയൊരു സാധനം വരുന്നുണ്ട്. യൂട്യൂബേഴ്സ് പോലും ഇപ്പോഴും അറിയില്ല. അല്ല, ഞാൻ പറയുന്നത് നിങ്ങളാണ് ഏറ്റവും പോപ്പുലർ ആണ്. നിങ്ങളെ കൂടെ അറിയുന്നത് ഞാൻ പോപ്പുലർ ആയപ്പോഴാണ്. ഒരു സീരീസ് വരുന്നുണ്ട്, അതായത് ഫെംഡം സീരീസ്. ഫെംഡം ഫീമെയിൽ ഡോമിനൻസ്, അങ്ങനത്തെ ഒരു സീരീസ് ഇവര് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആരാ? പെണ്ണുങ്ങൾ ആണുങ്ങളെ ഡോമിനേറ്റ് ചെയ്യുന്ന ടൈപ്പ് സീരീസ് അതിന് വരുന്നത്. അത് ഇത് സോഫ്റ്റ് പോണാ. ഏതാ? എസ്മ സീരീസ് വരുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് വീഡിയോ ലോഞ്ചിന് ആറാട്ടനെ വിളിച്ച് ആറാട്ടം പോവോ? പൈസ കിട്ടിയാൽ? അഭിനയിക്കാനൊന്നുമല്ല, പോളൂ. ഇതിന് ലോഞ്ചിന് ഉദ്ഘാടനം ചെയ്യുന്ന പോലെ. അതിനെന്താ കുഴപ്പം? എന്തോ നമ്മള് പൈസ കിട്ടുമ്പോ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നില്ലേ? ആ, താൻ അതിനകത്ത് അഭിനയിക്കണം. തനിക്ക് അഭിനയിക്കണോ പോൺ സീരീസ്? ഇപ്പൊ ആയിക്കോട്ടെ, ഞാൻ വേറെ കാര്യം ചോദിച്ചിട്ട്, ഇപ്പൊ ഒരു സോഫ്റ്റ് പോൺ മൂവിയാന്ന് വിചാരിക്കുക. അവരത് വളരെ ലീഗലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ആറാട്ടണ്ണൻ ഇതിന് പോകണ്ട, ഇങ്ങനത്തെ സീനല്ല പോകുന്നെന്ന് വിചാരിക്കുക. വേറൊരു ഇവരുടെ ഒരു ഓഡിയോ ലോഞ്ചെന്നോ വീഡിയോ ലോഞ്ചെന്നോ ഒക്കെ പറഞ്ഞ പരിപാടിക്ക് വിളിച്ച് ആറാട്ടണ്ണന് പോകാൻ പറ്റുമോ? ഞാൻ എക്സാമ്പിൾ പറയാം. 200 കോടി രൂപയുടെ കല്ലിന്റെ ടെസ്റ്റ് വിളിച്ച പോലും പോയില്ല. ഞാൻ ആ ഒരു പ്രിൻസിപ്പൾ കാരണമാണ്. എനിക്ക് പണം വേണം, പക്ഷെ അമേരിക്കൻ പറഞ്ഞ ഐ നീഡ് മണി, ഡ്രൈവിംഗ് ഫോഴ്സ് ഇസ് ഓൺ മണി. എനിക്ക് പണത്തോടില്ല, ആർക്കും ജീവിച്ചു പോകാൻ കാശിട്ടാൽ മതി. പക്ഷെ എനിക്ക് ആ ഇൻട്രസ്റ്റ് ഒരു ഫെയിമാണ്. എനിക്ക് പവറും വേണ്ട, മണിയും വേണ്ട. മണി ആവശ്യത്തിന് മതി. ഫെയിം ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ഇപ്പൊ കിട്ടിയ ഫെയിമിന്റെ പകുതി എൻജോയ്മെന്റ് പകുതി തൂക്കുവാണ്. എന്നെ ചില ആൾക്കാർ ഞാൻ ചോദിക്കുന്നതാ, തനിക്കിതൊരു റവന്യൂ ആയിട്ട് കണ്ടാൽ എന്ത് ചെയ്യും? അല്ല, അതിന്റെ കുഴപ്പം എന്താന്നാ പറയുന്നത്? എടോ, അത് രണ്ടുപേര് ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പോൾ ഒരു പോൺ സ്റ്റാർ എന്ന് പറഞ്ഞ ആൾക്ക് സാലറി പെയ്ഡ് ആണ്, ഇവർക്കെല്ലാം റവന്യൂ ഉണ്ട്. അവര് റവന്യൂ ഫുൾ ന്യൂഡ് ആകത്തില്ല. ഇല്ല, ഞാൻ ചോദിക്കുന്നത് ഇവരെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ പറയാം. ഇൻഫ്ലുവൻസർ മറ്റേക്കാണല്ലോ, യൂട്യൂബ് ബ്ലോഗറാണ്. അപ്പൊ പ്രൊമോട്ട് ചെയ്യാൻ ശരിയല്ല. എനിക്ക് കുഴപ്പം തോന്നിയില്ല, ഞാൻ ചിലപ്പോ പ്രൊമോട്ട് ചെയ്യും. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. അതെ, എനിക്കിഷ്ടം ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ആളുകൾ കാണണ്ടേ. എനിക്ക് ഇങ്ങനത്തെ കാര്യം പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമില്ല. ഇതൊക്കെ ആൾക്കാർ കാണണ്ടേ. ഫ്രസ്ട്രേഷൻ അല്ലേ ആൾക്കാർക്ക് ഒരു തരത്തിലും. അത് കണ്ടെങ്കിലും കുറച്ചൊക്കെ ഒരു സമാധാനമാവും. താൻ എന്തോ കേട്ടിട്ടില്ല. എസ്മ സീരീസിനെ പറ്റി താൻ കേട്ടിട്ടുണ്ട്? ആരാന്ന് അതിനകത്ത് ഒരു നടിയോ ഓർമ്മയുണ്ടോ? എനിക്ക് ഇവിടെ പ്രശ്നം ഉണ്ടായത്, ഒരു കേസ് ഉണ്ടായത്, ഇവിടുത്തെ ഏതൊരു അഞ്ജനയോ അങ്ങനെ കണ്ട് ഒരു കേസ് ഉണ്ടായത് ഓർക്കുന്നുണ്ടോ? അതിന്റെ ലക്ഷ്മി ദീപ്താന്ന്. ഇല്ല, മലയാളത്തിൽ ഒരെണ്ണേ ഉള്ളു അങ്ങനെ. പിന്നെ ഇപ്പൊ ഒരു കപ്പിള് വന്നിട്ടുണ്ട്. ആ, അതിനേക്കാളും കുറച്ചുകൂടി ഫേമസ് ആയി ഇവര്. എസ്മ സീരീസ് ബാൻ ചെയ്തതാ. എസ്മ ബാൻ ചെയ്തു.
ഇതിന്റെ ആവശ്യമില്ല. ഇപ്പത്തെ ജനറേഷൻ പിള്ളേർക്ക് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എല്ലാം ഉണ്ട്. അങ്ങനെയല്ല, ഇതൊരു ജസ്റ്റ് ഒരു ഫാന്റസി പോലെ ഇപ്പൊ. സിനിമകളിൽ പണ്ട് വൾഗാരിറ്റി ആഡ് ചെയ്യാൻ കാരണം, സെക്സ് ആഡ് ചെയ്യാൻ കാരണം അന്ന് ആൾക്കാർക്ക് കിട്ടുന്ന അതായത്. ഇന്നിപ്പോ സിനിമകളിൽ സെക്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ പല സോഴ്സ് ഉണ്ട് ആൾക്കാർക്ക്, നേരിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ നോക്കിയാൽ മതി. എന്തിനാണ് ഇതെല്ലാം ആഡ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. അത് ആവശ്യമുണ്ട്, കഥാപാത്രം ഡിമാൻഡ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും. കഥ സെക്സ് ചെയ്യണം കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. എനിക്ക് മനസ്സിലായി ഇതിന്റെ ആവശ്യം എന്താണ്. സിനിമകളിലൊന്നും ഇനി സെക്സ് ആക്കേണ്ട ഒരു ആവശ്യമില്ല. പണ്ടേനത് ആവശ്യം. പണ്ടറിയില്ലേ ബാലങ്കേനായാലും മറ്റേ IV ശശി പറഞ്ഞ സ്ഥിരം ഒരു സീനാണ്. കാരണം ആൾക്കാർക്ക് ആകെയുള്ള സോഴ്സ് അത് മാത്രമേ. ഇന്നിപ്പോ എത്ര സോഴ്സസ് ഉണ്ട്. ഇന്ന് ഒരു 10 രൂപ ഉണ്ടെങ്കിൽ ഒരു പെണ്ണായിട്ട് പോലെ ഒരു കുഴപ്പമില്ല. എന്തിനാ ഇത് കാണിക്കുന്നത് മനസ്സിലാണ്. അല്ല, ഇപ്പൊ ഇങ്ങനത്തെ ഒരു സൈറ്റ് ബാൻ ചെയ്യുന്നത് നല്ലതാണോ? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുള്ളൂല്ല. അല്ല, ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ പോൺ സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മറ്റേ അല്ല, നോർമൽ സോഫ്റ്റ് ഫോണാ. അത് കാണാം. അമേരിക്കൻ മൂവീസ്, ഹോളിവുഡ് മൂവീസ് അല്ല ന്യൂഡായിട്ട് കാണിക്കുന്നുണ്ട്. അത്ര ഇതിനകത്ത് കാണിക്കത്തുള്ളൂ, അത്രയൊക്കെ ഇതിനകത്ത് കാണിക്കത്തുള്ളൂ. ഹോളിവുഡ് ശരിക്കും എത്രയോ. പിന്നെ ഇതിനകത്തുള്ള വ്യത്യാസം എന്നാ വെച്ചാൽ കുറെ പെണ്ണുങ്ങളെ ആണുങ്ങളെ കാണാൻ പറ്റും. ഏറ്റവും ബംഗാളി മൂവീസ് അങ്ങനത്തെ മൂവീസിലാണ് സെൻസ്വാലിറ്റി വരുന്നത്. പണ്ട് ഭാരതത്തിന്റെ പന്ത്രണ്ടായിരം പോലെ ശരിക്കും സെൻസ്വാലിറ്റി ഞാൻ ശരിക്കും എൻജോയ് ചെയ്യണം. ഷോർട്ട് ഫോം കുഴപ്പമില്ല, ഞാൻ ഷോർട്ട് ഫോം കണ്ടിട്ടില്ല. എക്സ്പെക്ടേഷൻ വെച്ചാൽ കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടുള്ളൂല്ല. ഇപ്പൊ പുതിയ കപ്പിൾസ് അല്ല, അവരെല്ലാം വെറുതെ കാശ് ഇടാനുള്ള ഒരു മുറിച്ചിട്ട് പരിപാടിയാണ്. കേസ് ഇടാൻ വേണ്ടി അത് ഒരു ഉച്ചാര പരിപാടിയാണ്. ഷോർട്ട് ഫോണിൽ കുറച്ച് ആവശ്യമുണ്ട്. എടാ, അവർക്ക് പൈസ ഉണ്ടാക്കുന്ന ഒരു മാർഗമാണേ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഈ മെട്രോപോളിറ്റൻ സിറ്റീസിലെല്ലാം പിള്ളേർക്ക് മാസ്റ്റുബേഷൻ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. എല്ലാ തരം സെക്സ് ഇൻവോൾവ് ആവുന്നുണ്ട്. കാരണം എല്ലാവരും മിക്കവർക്കും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഉണ്ട്. അവർക്ക് ഒരു ലൈംഗികമായിട്ട് സംഭവമേ ഇല്ല. അത് ജെൻസി പിള്ളേരുടെ ഗുണമാണ്. ജെൻസി പിള്ളേരുടെ വേറെ പ്രശ്നം പറഞ്ഞാൽ ഇവർ ടെക്നോളജി കമ്പ്യൂട്ടറൈസ്, പക്ഷെ ഇവർക്ക് മനുഷ്യരായിട്ട് ഇന്ററാക്ട് ചെയ്യാത്തതുകൊണ്ട് ഹ്യൂമൻസ് ആയിട്ട് കുറവാണ്, മനുഷ്യത്വം കുറച്ച് കുറവാണ്. ഇവർ ഭയങ്കര കളിയാക്കുക, ബുള്ളിങ്ങൾ കുറച്ചുണ്ട്. അതിന് ഏറ്റവും വ്യക്തിമായി ഞാനാണ്. ജെൻസി പിള്ളേരാണ് ഞാൻ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്. പക്ഷെ ഇവർ പോസിറ്റീവ് ആണ്. ഇതാണ് അവർ പോസിറ്റീവാണ്, ഭാഗ്യന്മാരാണ്. കാരണം ഇപ്പോൾ വെസ്റ്റേൺ കൾച്ചറും എല്ലാം മാറി വരുന്നുണ്ട്, ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറി വരുന്നുണ്ട്. പണ്ടത്തെ അമ്മമാരെ കുറ്റപ്പെട്ട് കാര്യമില്ല, അവർക്ക് സാഹചര്യം കിട്ടിയിട്ടില്ല. അത് സോഷ്യൽ സ്ട്രക്ചറാണ്. കുറച്ചൊന്നും നോക്കി വെസ്റ്റേൺ വേൾഡിൽ രീതി കുഴപ്പമില്ല, അതാണ് നല്ലത്. ഈ 12-13 വയസ്സാവും നമ്മൾ സെക്സ്വലി മെച്ചൂറാവും, ഫിസിക്കലി മെച്ചൂരിറ്റി വരും. നമ്മൾ കല്യാണം കഴിക്കുന്നത് 30 വയസ്സിലാണ്. ഈ 18 വയസ്സ് ഇയാൾ വികാരം എന്ത് ചെയ്യും, നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ നല്ല ഫ്രോയിഡ് പോലും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് കാര്യം വന്നെങ്കിൽ ഇങ്ങനെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ മാസ്റ്റുബേഷൻ, ഈ രണ്ടുപേരുടെ ഉള്ളൂ. റിലീജിയൻ പറഞ്ഞാൽ എന്താ മനസ്സിലാണല്ലോ. 12 വയസ്സ് മെച്ചൂർ പോകാം, 30 വയസ്സ് കല്യാണം, 18 വർഷം പിന്നെ വില എന്നുള്ളതാണ്. സപ്രസ് ചെയ്ത് അവസാനം അവൻ, ഞാൻ പല ഈ ഭയങ്കര റിലീജിയസ് ഫാമിലിയിൽ പിള്ളേരെ കണ്ടിട്ട് അവരാണ് ഏറ്റവും അടമ്പയമല്ലോ. എനിക്കൊരു പയ്യനെ അറിയാം, എൻ്റെ കൂട്ടുകാരൻ, അവനാണ് ഏറ്റവും അടമ്പയമല്ലോ. ഇങ്ങനെ സപ്രസ് ചെയ്തിട്ട് ഇവരെല്ലാം ചാൻസ് കിട്ടുമ്പോൾ ഇങ്ങനെ പീഡനവും റേപ്പും മറ്റൊക്കെ ചെയ്യുന്നത്. ആൾക്കാരത് പിടിച്ചാൽ ചെയ്യുന്നത്. അത് റിലീജിയൻ സെക്ഷന് ഇത്രയും ഇൻഡിവിജ്വാലിറ്റി. ഹിന്ദുയിസം കുഴപ്പമില്ല, ഹിന്ദുയിസം റിലീജിയൻ സെക്ച്വാലിറ്റി കുറച്ച് സ്പിരിച്വലാണ്. ഈ ടെമ്പിൾസിൽ പോയി അവർ കുറച്ച്. പക്ഷേ ഈ വേറെ റിലീജിയൻസ് ഇത് വളരെ ഹിപ്പോക്രസിയാണ്. ഇപ്പൊ ബൈബിളിലല്ല പഴയ ടെസ്റ്റ്മെന്റിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത് അറിയാം. ഒരു ഫാദറും മക്കളും ഡോട്ടറിന്റെ റിലേഷൻഷിപ്പ് കാണിക്കണം. എന്നിട്ടാണ് ഇപ്പം ഈ മൊറാലിറ്റി വേണമെന്ന് പറയാം. ഭയങ്കര ഹിപ്പോക്രസിയാണ്, വളരെ മോശമാണ്. ഇത് ഹിപ്പോക്രസിയാണ്, എല്ലാ വെട്ടി ഒപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ അത് ഒരു കണക്കിന് മോഡൽ പറഞ്ഞ കേട്ടാണ്. പണ്ട് ഫ്രീ സെക്സ് പണ്ട് ഇന്ത്യയിൽ ഉണ്ടായെന്ന് പറയണം. ഈ പല ഇംഗ്ലീഷുകാര് പല ആൾക്കാർ വന്നപ്പോഴാണ് ഇത് പാവമായി മാറിയത്. ഇത് ചിഹ്ന ഈ വികാരം കൊടുക്കുകയും ചെയ്ത് ചെയ്യാൻ പറഞ്ഞത് എന്ത് പരിപാടിയാണ്. ഇതിൽ റിലീജിയസ് സ്ക്രിപ്ചേഴ്സ് പറയാണ് വികാരം തരുകയും ചെയ്യും, അതിനത് ഉപയോഗിക്കാൻ പാടില്ല. കാണാൻ പറ്റും, പക്ഷെ കണ്ണടച്ച് പിടിച്ചോണം. എല്ലാ റിലീജിയൻ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു കാര്യത്തിൽ ഹിന്ദുയിസമാണ്. ക്രിസ്ത്യൻ അവരുടെ ദൈവം ക്രിസ്ത്യൻ ലോക വുമനൈസറാണ്. ആദ്യം സെക്ഷൻ നമ്മൾ ആദ്യമേ പ്ലസ്റ്ററും വേണ്ട, പെയിനും വേണ്ട, അങ്ങനത്തെ പരിപാടി ആണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലേ. നിലവിൽ പ്ലസ്റ്റർ ഉണ്ട്, അപ്പോൾ അത് സെക്സ് ലിബറലൈസ് ചെയ്യണം, എസ്പെഷ്യലി കേരളത്തിലാണ്. ഇവിടുത്തെ റീജിയൻസാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. കപട സദാചാരമാണ്. ഈ സദാചാരം പറയുന്ന എല്ലാ സാധനങ്ങളും ലൈംഗികതയിലുള്ളവരാണ്. സദാചാരം, കപട സദാചാരം പറയണം.
പണ്ട് മൂവി ഇറങ്ങിയില്ല മമ്മൂട്ടിയുടെ അങ്കിൾ എന്ന് പറഞ്ഞ മൂവി, അതിൽ ഇത് കാണിക്കുന്നുണ്ട്. അതിൽ മമ്മൂട്ടി കഥാപാത്രം പുള്ളി ഒരു വുമണൈസറാണ്. പക്ഷെ പുള്ളിയുടെ ഫ്രണ്ടിന്റെ മോഡാലിറ്റല്ല കാണും. എൻ്റെ ഈ ജനങ്ങളെ പിടിച്ചിട്ട് അവർ കുറെ കപട സദാചാരം കാണിക്കും. ഇന്നൊരു ആണുങ്ങൾക്ക് പെങ്ങൾക്ക് പോലും ഒന്നിച്ച് ഇറങ്ങാൻ പറ്റില്ല രാത്രി. എന്നാലും എറണാകുളത്ത് കുറെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ നൈറ്റ് ലൈഫും ഇവിടെ രാത്രി പെൺകുട്ടികളെല്ലാം ഇറങ്ങുന്നത് കാണാം. ഇത് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇവർ പ്രഗ്നന്റ് ആക്കരുത്. ഈ അമേരിക്കയിൽ പറ്റിയിട്ടുള്ളതാണ്. ഒരു കാലത്ത് ടീനേജ് പ്രഗ്നൻസി ഉണ്ടായിരുന്നു. ഹലോ, ടീനേജ് പ്രഗ്നൻസി, സിംഗിൾ മദർ, ആ സ്റ്റേജിലേക്ക് പോകരുത്. നിങ്ങൾ ഇൻവോൾവ് ചെയ്തോളൂ. പ്രോപ്പർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ച് ഇൻവോൾവ് ചെയ്യാം. കല്യാണം കഴിച്ച ശേഷം മാത്രം ഇൻവോൾവ് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഇനി പറയുന്ന കാലത്ത് നടക്കില്ല. അല്ലെങ്കിൽ പിന്നെ ചെറിയ മുസ്ലിംസിലെ പോലെ ചെറിയ ബാച്ച് ലൈൻസ് തുടങ്ങും. ഞാൻ പറഞ്ഞൊരു പോയിന്റ് കറക്റ്റാണ്. 12 വയസ്സിൽ നമ്മൾ സെക്സ്വലി മെച്ചൂറാവും. കല്യാണം കഴിക്കുന്ന 30 വയസ്സിലാണ്. ഇരിക്കാൻ പറ്റുമോ? ആ എനർജി എന്ത് ചെയ്യും? ആ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ നമ്മള് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്? 18 വർഷം 30 വയസ്സിൽ മിക്കവാറും കല്യാണം. ഇതൊന്നും നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല. 18 വർഷം വികാരവും ഇല്ലേ? ഇവിടെ പള്ളിയിലെ അച്ഛന്മാരോട് മാക്സിമൈസ് ചെയ്ത അച്ഛന്മാരാണ്. അവർ ജോലി മാറ്റി പറഞ്ഞാൽ അമ്മമാരെ വന്ധീകരിച്ച് വിടണം. ഞാൻ ചണ്ടറാൻ തരാം. ഉള്ള മതി. എനിക്ക് വികാരം അത്ര എൻജോയ് ചെയ്യുന്ന ആളല്ല. ഞാൻ ചണ്ടറാൻ തരാണ്. എങ്ങനാവും ആക്കുകയാണെങ്കിൽ? അതെങ്ങനെ ആക്കും? കാരണം ഈ ലവ് നമ്മൾ ലവോട് സെക്സ് ചെയ്യുമ്പോൾ ഒരു ആത്മാർത്ഥതയുണ്ട്. ലസ്റ്റോ ചെയ്യുമ്പോൾ അതില്ല. ഞാൻ ചോദിക്കുന്നത് എങ്ങനെ ആക്കുമെന്നാ ചോദിച്ചത്. പ്രൊസീജിയർ വല്ലതും ഉണ്ടോ മെഡിക്കൽ? മെത്തേഡ് അറിയില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് അതാണ്. ഈ സെക്സ്വാലിറ്റി കൂടുതൽ ആൾക്കാർ വല്ല ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കണം. വേറെ കാര്യമുണ്ട്. ഇപ്പൊ ബൈബിളിൽ ന്യൂ ടെസ്റ്റ്മെന്റിൽ ജീസസ് ക്രൈസ്റ്റ് ഒരു ഹസ്ബൻഡ് ഒരു വൈഫ് എന്ന് പറയാൻ കാരണം ഡിസിപ്ലിൻ വരാൻ വേണ്ടിയാണ്. ഡിസിപ്ലിൻ വരാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് ലവും ഉണ്ട് ലസ്റ്റും ഉണ്ട്. 2 ഭാര്യമാർ വേണ്ടി വരുന്നു. ഒരു ഭാര്യ ലവ്, ഒരു ഭാര്യ ലസ്റ്റ്. അങ്ങനെ വേണോ എനിക്ക്? അങ്ങനെ വരുന്നു. ലവ് ആണെങ്കിൽ ഒരാൾ മതി, ലസ്റ്റ് ആകുമ്പോൾ ഒരുപാട് പേര് വേണ്ടി വരും. അങ്ങനെയാണോ? അങ്ങനെയാണ്. ലവ് ആണെങ്കിൽ ഒരാൾ മതി. അപ്പൊ ഭാര്യ വെറുതെ ലവ് ചെയ്യും. അപ്പൊ ഭാര്യ എന്ന് പറയുന്ന ഒരാളെ നമുക്ക് ലസ്റ്റിലേക്ക് മാറ്റാൻ പറ്റത്തില്ലേ? ഞാൻ ചോദിക്കുന്നതല്ല. ഇപ്പൊ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ലസ്റ്റിന് വേണ്ടി കുറെ ആൾക്കാരുണ്ട്. ലവിന് വേണ്ടി ഒരാള്, ലസ്റ്റിന് വേണ്ടി ഒരു 10 പേരുണ്ടെന്ന് വിചാരിക്കുക. ഒരാൾ വേണം. അപ്പോൾ ഒരു ദിവസം വേണം നമുക്ക് ഈ ലസ്റ്റിന്റെ ആളെ മാറ്റിയിട്ട് ലവിന്റെ ആളെ പിടിച്ച് ലസ്റ്റ് നിർത്തിയിട്ട് വേറൊരു ലവിന് ആളെ കിട്ടി ലവ് ചെയ്യാൻ പറഞ്ഞാൽ അത് നടക്കുമോ? മാറ്റി വെക്കാൻ പറ്റുമെന്ന് ലവിനെ ലസ്റ്റിലോട്ടും ലസ്റ്റിനെ ലവിലും. ഓക്കെ, താൻ ഒരാളെ ലവോട് കണ്ടു, അയാൾ നാളെ തൊട്ട് ലസ്റ്റ് ആക്കുമ്പോൾ താൻ വേറൊരാളെ ലവോട് കൂടി കാണാൻ തനിക്ക് കിട്ടുമെന്ന് വിചാരിക്കുക. ഒരാൾ പുതിയത് വന്നു ലവിന്, അയാൾ ലവ് മാത്രം ചെയ്തു. ലവ് പറ്റത്തുള്ളൂ, ഒരാളെ പറ്റത്തുള്ളൂ. അപ്പൊ മറ്റേ ലവ് എന്നുള്ള ആളെ മാറ്റി പുതിയ ആള് വന്നു. അതെന്താ പറ്റാത്തെ? ലസ്റ്റിന് അങ്ങനെ ലവ് ഇല്ലല്ലോ താൻ പറയുന്ന അനുസരിച്ച്. ലസ്റ്റ് ആണെങ്കിൽ പിന്നെ തനിക്ക് താൻ പറഞ്ഞ അനുസരിച്ച് ലവിന്റെ കേസ് വരുന്നില്ലല്ലോ. എടോ, ഞാൻ സമ്മതിച്ചു അതൊക്കെ. ഇതൊക്കെ ഓരോരുത്തർ തന്നോട് ഒന്ന് പറയുന്നതാണ്. ഇങ്ങനെ നടികളെ കാണുമ്പോൾ അവര് നമ്മൾ ലവ് ട്രൂ ലവ് മറ്റെല്ലാം നമുക്ക് ഒരു പ്രാക്ടിക്കൽ അല്ല. ആൾക്കാർ ആത്മഹത്യ ചെയ്യുക ഭയങ്കര അനുഭവി. എടോ, ഞാൻ ചോദിച്ചതാണ്. ഇപ്പൊ ലവ് ഉണ്ടാകുന്ന ഒരാളോട് പ്രാക്ടിക്കലെ കാര്യം. ഇപ്പൊ ബ്രേക്കപ്പ് ആയ ഒരു രസം ഉണ്ടാവില്ല. ഒരു ദിവസം 2 ദിവസം അതുകൊണ്ട് ഉണ്ടാവില്ല. ഇപ്പൊ ലസ്റ്റ് ഉള്ളവർക്ക് ലവ് ഇല്ലെന്നാണോ ഞാൻ പറയുന്നത്? രണ്ടും എല്ലാവർക്കും ഉണ്ട്. നമ്മൾ വളരെ ഇമോഷണലി ഒരാൾ ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വൈഫായിട്ട് ചെയ്യുമ്പോൾ ലവ് വൈക്കും കൂടുതലും. പക്ഷെ അവിടെ ലസ്റ്റ് ഉണ്ട്. ഇറക്ഷൻ ലസ്റ്റ് വേണം. പക്ഷെ നമ്മള് ഒരു ബന്ധമില്ല ബോണ്ടിൽ 1 നൈറ്റ് സ്റ്റാൻഡ് വരുമ്പോൾ അവിടെ ലസ്റ്റ് ആയിരിക്കും. കാരണം ബേസ് അതാ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ലസ്റ്റ് തന്നെയാണ് ബെറ്റർ. ലസ്റ്റ് ആവുമ്പോൾ എന്താ ഗുണം? അതോടെ തീരും. അല്ലെങ്കിൽ പിന്നെ ഈ ബ്രേക്കപ്പ് ഇമോഷണൽ ബാഗേജ് ഒന്നും ഇല്ല. പിന്നെ ബ്രേക്കപ്പ് പ്രശ്നമില്ല. മറ്റേ എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നു? പണ്ടല്ല എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നു പ്രണയത്തിന്റെ പേരില്ല. പിന്നെ പ്രണയം നിരാശ അനുഭവിക്കണം. ഞാൻ അതുകൊണ്ട് ദത്യവനേശ്വരി ലവനോട് വിട പറഞ്ഞു. ആരുടെ കൊച്ചിനെ അങ്ങ് ദത്തെടുത്താൽ ലവ് ചെയ്യാൻ ആളെ കിട്ടും. ദത്യവനേശ്വരി ലവ് നിർത്തിയിട്ട് പിന്നെ എനിക്ക് ചറമറ ആൾക്കാരെ വന്നു. കാരണം ലസ്റ്റായിരുന്നു. ഞാനൊരു കാര്യം പറയാം. പക്ഷെ ആരുടെ ലവിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു പെങ്കൊച്ചിനെ ദത്തെടുത്താൽ മതി, അഡോപ്റ്റ് ചെയ്താൽ മതി. അതെന്താ ലവ് ഇല്ലേ? അയ്യോ, അതിന് ലസ്റ്റ് ഇല്ലല്ലോ. മകളായിട്ട് അഡോപ്റ്റ് ചെയ്താൽ ലസ്റ്റ് ഇല്ലല്ലോ. അതല്ലേ കൂടുതൽ ലവ്. അതിന് നമ്മളിപ്പോ സെക്സ് ചെയ്യാൻ വേറെ ആളല്ലേ. സമ്മതിച്ചു. പക്ഷെ തനിക്ക് ഒരു പെണ്ണിനെ ലവ് ചെയ്യാൻ മാത്രം മതി എന്ന് പറഞ്ഞു. തനിക്ക് ആൺകൊച്ചുങ്ങളെ ലവ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പെൺകൊച്ചിനെ അഡോപ്റ്റ് ചെയ്യും. ഏറ്റവും ലവ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞുങ്ങളെയാ.
അത് നിങ്ങൾ ആ ലവ് ഈ ലവ് വ്യത്യാസമുണ്ട്. പിന്നെ എന്ത് ലവ് ആണ് ഈ ലവ്? സെക്സ്വൽ ലവ് ആണ്, മറ്റേ അഫെക്ഷൻ ആണ്. ഇത് സെക്സ് ചെയ്യുമ്പോൾ നമുക്ക് ലവോടെ സെക്സ് ചെയ്യാൻ പറ്റും. എന്നാ അവിടെ ലസ്റ്റ് ഉണ്ട് കുറച്ച് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. 100% ലവിൽ സെക്സ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഭാര്യയായിട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ക്ലോസ് ചെയ്യാതെ ചെയ്യുമ്പോൾ ഇറക്ഷൻ നടക്കാനും മറ്റെല്ലാം ലസ്റ്റ് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ തനിക്ക് ലവ് ചെയ്യുന്ന പെണ്ണോട്ട് ലസ്റ്റ് വന്നാൽ താൻ ചെയ്യത്തില്ലേ? കേസില്ല, അങ്ങനെ കേസിൽ ലവ് ആയിരിക്കും കൂടുതൽ, ലസ്റ്റ് കുറവായിരിക്കും. കുറവായിരിക്കും. പക്ഷെ ലസ്റ്റ് ഇല്ല, ലവ് കൊണ്ട് അങ്ങ് ചെയ്ത് സമ്മതിച്ചു. ഞാൻ ചോദിക്കുന്നത് ലവ് ഉള്ള പെണ്ണോട് അഥവാ സെക്സ് നടന്നാൽ അത് ലസ്റ്റ് അല്ല, അത് ലവ് ആണ്. ആ, സെക്സ് ഔട്ട് ഓഫ് ലവ്. മറ്റേത് സെക്സ് ഔട്ട് ഓഫ്. അപ്പൊ പിന്നെ എന്തിനാ ലസ്റ്റിന് വേറൊരാള്? സെക്സ് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ സെക്സ് എന്താണ്? സെക്സും ലസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഓ, അപ്പൊ ലസ്റ്റ് ഉണ്ടാകുമ്പോഴും സെക്സ് നടക്കുന്നു, ലവ് ഉണ്ടാകുമ്പോഴും സെക്സ് നടക്കുന്നു. അപ്പൊ ഈ രണ്ട് സെക്സും തമ്മിൽ എന്താ വ്യത്യാസം? ഓ, സമ്മതിച്ചു. ഞാൻ ചോദിക്കുന്നത് താൻ പറഞ്ഞ ലവ് ഉള്ള ആളുമായിട്ട് സെക്സ് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, സമ്മതിച്ചു. ലസ്റ്റ് ഉള്ള ആളുമായിട്ട് സെക്സ് ചെയ്യാൻ പറ്റും. രണ്ട് രീതി. അതെന്താ രീതി എന്നാ ചോദിക്കുന്നത്? എന്തൊക്കെയാണ് എക്സ്ട്രാ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, അത് എൻജോയ്മെന്റ് ഇല്ലേ? വ്യത്യാസമുണ്ട്. ഓ, അങ്ങനെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ഏതിനാ എൻജോയ്മെന്റ് കൂടുതൽ? രണ്ട് രീതിയിലുള്ള എൻജോയ്മെന്റ് ഏതാ നല്ലത്? എത്തിക്കല് ലവ് ആണ്. പക്ഷേ എസ്തെറ്റിക്സോ പ്ലഷറോ നോക്കിയാൽ ലസ്റ്റ് ആണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം? ശ്രീകൃഷ്ണനും രാമനും വ്യത്യാസമില്ലേ? രാമൻ എത്തിക്സ് ആണ്, ശ്രീകൃഷ്ണൻ എസ്തെറ്റിക്സ് ആണ്. നമ്മുടെ മമ്മൂക്ക രാമനാണ്, ലാലേട്ടൻ ശ്രീകൃഷ്ണനാണ്. പലരും പറയാറില്ല. രണ്ടുപേരും അപ്രോച്ച് വ്യത്യാസമുണ്ട്. മോഹൻലാൽ സീരിയസ് ആയിട്ട് പെണ്ണുണ്ടായിട്ടില്ല. പുള്ളി ഒരാൾ മാത്രം പുള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ, പുള്ളി ഒരാൾ മാത്രം ശരിക്കും വിശ്വസിക്കുന്നില്ല. മമ്മൂക്ക അങ്ങനെയല്ല, പുള്ളി മോണഗമസ് ആണ്. മമ്മൂക്ക മോണഗമസ്, ബിക്കോസ് പുള്ളിക്ക് ലവ് ആണ് കൂടുതലും. മോഡൽ അങ്ങനത്തെ വിഷയങ്ങളെ പുള്ളി സംസാരിക്കാറില്ല. ചിലപ്പോൾ അയാൾക്ക് അത്ര ആവശ്യത്തിനേ ഉണ്ടാവും. ഇയാൾക്ക് മെയിൻലി ലസ്റ്റ് ആണ്. അപ്പൊ ഈ സെക്സ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മളപ്പോ പ്ലേ ബോയ്സ് അല്ലെങ്കിൽ വുമനൈസേഴ്സ് ഒരിക്കലും കല്യാണം കഴിക്കരുത്. അതെന്താ? അവർക്ക് ലവും ലസ്റ്റും വേണം, എനിക്ക് മാത്രം മതി. കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല, ഓപ്പൺ മാരേജ് എന്ന് പറയും. ഫിലോസഫി ഈടുകളോട് ഭാര്യയ്ക്കുണ്ട്, ഭർത്താവിനുണ്ട്. പക്ഷെ പിള്ളേരുണ്ടായ പ്രശ്നം വരും. പിള്ളേരെ ബാധിക്കും. എങ്ങനെ ബാധിക്കും? ഒരു ഹസ്ബൻഡ് വൈഫ് മാരീഡ് ആണ്, പിള്ളേരില്ലെങ്കിൽ ഹസ്ബൻഡും 3 വൈഫും പോയ കുഴപ്പമില്ല. പിള്ളേർക്ക് എന്താ ഓപ്പൺ മാരേജ് പറയണം. പക്ഷെ പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ പിള്ളേരെ ബാധിക്കും. എങ്ങനെ ബാധിക്കും? സ്കൂളിൽ മറ്റേ കേൾക്കുമ്പോ എന്ത് കേൾക്കുമ്പോ ആര് കേട്ട് അവിടെയൊക്കെയാണ് എനിക്ക് ചില ആൾക്കാർ പേര് പറയാനില്ല, ചില ആൾക്കാർ വിയോജിപ്പുള്ളത്. നിങ്ങൾ പ്ലേ ബോയ്, സൽമാൻ ഖാൻ അയാൾ പ്ലേ ബോയ് ആണ്, അയാൾ ആരും കളിയാക്കില്ല. സൽമാൻ ഖാൻ പ്ലേ ബോയ് ആണ്, അയാൾ കല്യാണം കഴിക്കില്ല. അയാള് പ്ലേ ഗേൾ ഉണ്ടോ? അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ കല്യാണം ചെയ്തത്, അല്ലെങ്കിൽ കല്യാണം ചെയ്താൽ തന്നെ പിള്ളേരെ ഉണ്ടാക്കുന്നത്, പിള്ളേരെ ബാധിക്കുന്ന. ഹസ്ബൻഡും മോളും വൈഫും പോയ കുഴപ്പമില്ല, ഓപ്പൺ മാരേജ്. അത് ഈ നാട്ടിലായതുകൊണ്ടല്ലോ പ്രശ്നമല്ലേ? ഇവിടെ ഒന്നും പറ്റില്ല. ഇവിടെ മുഴുവൻ ഇവിടെ ഈ ഹിപ്പോക്രസിയാണ്. റിലീജിയനാണ് ഇതിന്റെ പ്രശ്നം ഉണ്ടാക്കുന്നത്. റിലീജിയനാണ് ഇതിന്റെ പാവമാക്കി മാറ്റുന്നത്. റിലീജിയന്റെ കുഴപ്പമാണ് ഇത് മുഴുവൻ. എനിക്ക് ചിലപ്പോൾ ലസ്റ്റ് ഉണ്ടാകുന്നു, ചിലപ്പോൾ ലവ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഒരു പാട്ടും ലവ്, ഒരു പാട്ടും ലസ്റ്റ്, 2 ഭാര്യമാരും വേണ്ടി. അതായത് മുസ്ലിംസിലല്ല 3 പേരില്ല തീവ്രവാദം പറയുന്നത്. ഒരു ഭാര്യ ലവ്, ഒരു ഭാര്യ ലസ്റ്റ്, വേറൊരു ഭാര്യ അടിമ. അടിമയും പാടില്ല. 4ാമത്തെ ഭാര്യ എന്ത് പറയും? ഈ റേപ്പ്, ഫോഴ്സ് സെക്ഷൻ ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. ഹേമ കമ്മിറ്റി അത് പ്രോളാണ്. അത് മ്യൂച്വൽ കൺസെന്റ് ചെയ്യുന്ന കുഴപ്പമില്ല. ഒരാൾ നിർബന്ധിക്കുന്ന ചില പേര് പറയാൻ ഭയങ്കര പ്രശ്നമാണ്. ചില അണ്ണന്മാരെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ, ഫോഴ്സ് ചെയ്ത് ജീവിച്ചിരിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാ ഉദ്ദേശിച്ചത്? ഒരാളുടെ സമ്മതം ഇല്ലാതെ. സമ്മതം ഉണ്ടല്ലോ. ഇപ്പൊ തനിക്കൊരു ചാൻസ് തരാം. എടോ, ആ കൺസെന്റ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെങ്കിലോ? നമ്മൾ പറയുന്ന ഫിസിക്കലി ഉള്ളൊരു ഇന്റർകോഴ്സ് സമയത്ത് മാത്രമേ ഉള്ളൂ. ഫിസിക്കലി ഒന്നും ഇന്റർകോഴ്സ് സമയത്ത് മാത്രമല്ലല്ലോ ഫിസിക്കലായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നത്, അല്ല ഈ പറഞ്ഞ പോലെ ഫോഴ്സ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഇവർക്ക് ഇങ്ങനെ ഒരു റൂമിലേക്ക് എത്തിക്കാൻ തന്നെ ഫോഴ്സ് ചെയ്ത് അകത്തോട്ട് വിട്ടിട്ട് കോംപ്രമൈസ് ചെയ്താണെങ്കിലോ? അതായത് കാസ്റ്റിംഗ് കൗച്ച്
കാസ്റ്റിംഗ് കൗച്ചിൽ ഫിസിക്കൽ ഒന്നും ഇല്ല, അങ്ങനെ റേപ്പ് ഒന്നും അല്ല നടക്കുന്നത്. അല്ല, അത് നിർബന്ധം അത് തന്നെ ഫോഴ്സ് ചെയ്യുകയാണ് ഇൻഡയറക്ട്ലി. അവർക്ക് ഓഫർ ചെയ്യുന്നു, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് വേണം, അഭിനയിക്കാൻ പറ്റുള്ളൂ. റിവാർഡ് ഉണ്ട്. നിർബന്ധിക്കലാണത്. ആ പിന്നെ അവര് ചിലപ്പോ ഇപ്പൊ ശിൽക്കസിൽ ആൾക്കാർ മോശം എടുക്കുക. അവര് ബേസിൽ നല്ല സ്ത്രീയായിരുന്നു, അവർ നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹമായിരുന്നു. പക്ഷെ അവർ ഇപ്പോഴും ഇവർ വെച്ച് വെച്ച് ഇപ്പോഴും അവരുടെ ബയോപിക് എടുക്കുക കാണിക്കുക. അവര് ആനിമേഷൻ പറഞ്ഞ അവരുടെ ഡയറക്ടർ കൊണ്ടുവന്നാണ് എന്നോട് പറഞ്ഞതാണ്. അവരത്ര മോശം സ്ത്രീ അല്ല. ഇന്നിപ്പോ സ്പടിക ഞാൻ നോക്കിയപ്പോ അവർ അത്ര മോശം സ്ത്രീ അല്ലെന്ന് ലാസ്റ്റ് സക്സസ്ഫുൾ ഫോട്ടോ ആയിരിക്കണം. അവര് പണ്ടത്തെ നടിമാർ എന്താണ്, അവർക്ക് വിദ്യാഭ്യാസവും ഇല്ല, സാമ്പത്തികവും ഇല്ല. അപ്പൊ പണ്ട് വഴങ്ങി കൊടുത്തിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടി. ഇന്നത്തെ ഒരു വീട്ടിൽ അത് കേട്ടിട്ടില്ല. ആർക്കായിരിക്കും വഴങ്ങി കൊടുക്കുന്നത്? ഡയറക്ടർ, പ്രൊഡ്യൂസർ, മെയിൻ ആക്ടർ, ഇതല്ലേ കെ ജോർജോട് അങ്ങനെ പണ്ടിട്ടുണ്ട്. കാസ്റ്റിംഗ് ഒരു പണ്ട് ഇതിനെക്കാളും കൂടുതലായിരുന്നു. പണ്ട് എത്ര നടിമാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ശോഭ അന്നൊന്നും കേസായിട്ടില്ല. ഇപ്പൊ നടി അത്രയ്ക്ക് കേസാൻ കാരണം എന്താ, അത് കുറച്ച് മീഡിയയുടെ പങ്കുണ്ട്. പണ്ട് മീഡിയ അത്ര ആക്റ്റീവ് അല്ല. പണ്ട് എന്തൊക്കെ സിനിമ ഫീൽഡ് നടന്നിട്ടുണ്ട്. ലേഖയുടെ പറഞ്ഞ ഫ്ലാഷ് ബാക്ക് ആ സിനിമ ഉണ്ടാക്കി ബാലുമാനെ ജസ്റ്റിഫൈ ചെയ്ത അങ്ങനെ എല്ലാവരും അറിഞ്ഞ കാര്യം. പക്ഷെ ഒരു കേസും ആയില്ല, ഒന്നും ആയില്ല. ഇന്നാണ് കേസായത്. അതിലും മീഡിയയുടെ പങ്കുണ്ട്. ഇപ്പൊ നടി അകത്തെ കേസ് ഇത്രയും ഇതാവാൻ മീഡിയക്ക് പങ്കുണ്ട്. എല്ലാ സിനിമ ഫീൽഡിൽ ഒരുപാട്, അത് മലയാളം ഫിലിമല്ല, എല്ലാ സിനിമ ഫീൽഡിലും ഇങ്ങനെയാണ്. ഒരു കാര്യം പറയാം, സിനിമയിൽ 4 കാര്യമുണ്ട്. ഒന്ന് കള്ള്, പെണ്ണ്, ഡ്രഗ്സ് ഇടാൻ കാരണം കലാകാരന്മാർക്ക് അത് ആവശ്യമുണ്ട്. 4ാമത്തെ കാര്യം എന്താ? മിക്ക കലാകാരന്മാർക്ക് കള്ള് വേണം, പെണ്ണ് വേണം, ഡ്രഗ്സ് വേണം. ഇപ്പൊ ഷെർലോക്ക് ഹോംസ് എഴുതിയ ആള് ഡ്രഗ്സ് കഴിച്ചിട്ടാണ് ബുക്ക് ചെയ്തത്. ക്രിയേറ്റിവിറ്റിക്ക് അത് ഭാഗമാണ്. വയലാ രാമവർമ്മ ആൽക്കഹോൾ കുടിച്ചിട്ടാണ് സിനിമ ചെയ്യുന്നത്, ലിറിക്സ് ചെയ്യുന്നത്. തമിഴേക്ക് കള്ളു കുടിച്ചാലേ ഇമാജിനേഷൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അത് ക്രിയേറ്റീവ് ഭാഗമാണ്. കള്ള്, പെണ്ണ്, ഡ്രഗ്സ്. ചതി വരാനുള്ള കാരണം ബിസിനസ് ആയതുകൊണ്ടാണ്. ഈ സിനിമ ഫീൽഡിൽ 4 കാര്യമാണ്: കള്ള്, ഡ്രഗ്സ്, പെണ്ണ്, ചതി. ചതി വരാൻ കാരണം ബിസിനസ് ആയതുകൊണ്ടാണ്. കള്ള്, ഡ്രഗ്സ്, പെണ്ണെല്ലാം വരാൻ കാരണം കലാകാരന്മാർക്ക് അത് ഒരു ക്രിയേറ്റിവിറ്റി ഭാഗമാണ്. ലോകത്തെല്ലായിടത്തും ഇങ്ങനെ അല്ലല്ലോ. അങ്ങനെയാണ്. ഇപ്പൊ ഏറ്റവും വലിയ കലാകാരന്മാരെ എല്ലാം ഹോളിവുഡിലെ വലിയ ആക്ടേഴ്സ് എല്ലാം അവരുടെ പേഴ്സണൽ ലൈഫ് വളരെ മോശമാണ്. അവിടെ എല്ലാവരുടെ ലൈഫ് പോലെ ഉള്ളു അവിടുത്തെ പേഴ്സണൽ ലൈഫ്. ഈ കലാകാരന്മാർക്കുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മള് ഇന്ത്യയിൽ തന്നെ എടുത്ത ഗ്രേറ്റ് ആർട്ടിസ്റ്റ് എടുത്തിന് അവർക്ക് എല്ലാ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമുണ്ടെന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. ആൽബർട്ട് ഐൻസ്റ്റൈൻ എത്ര പ്രണയങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. മറ്റേ റിച്ചാർഡ് ഫീൽഡ് ഫിസിക്സ് പ്രോസ്റ്റിറ്റ്യൂഷൻ പോയിട്ടുണ്ട്, പലയിടത്തും പോയിട്ടുണ്ട്. ആൾക്കാർക്ക് അങ്ങനൊന്നുമില്ല. സിനിമ മേഖലയിൽ ഇങ്ങനെ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. ഫോട്ടോ വെച്ച് ഗ്യാങ് ഡ്രഗ്സ് ആണ് പറയും. അവര് എക്സ്ട്രോണറി ക്രിയേറ്റിവിറ്റി കാണിക്കുന്ന. ആര് പറഞ്ഞു? പണ്ടത്തെ ഫോട്ടോ വെച്ച് ഗ്യാങ് അവര് എത്ര വെറൈറ്റി. ഏത് ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരി താൻ പോയിട്ടുണ്ടോ? ട്രാഫിക്കും പുലിമുറിന്റെ ഇടയ്ക്ക് ഉണ്ടായ ന്യൂ ജനറേഷൻ പടങ്ങളെല്ലാം നല്ലതായി ഫോട്ടോ വെച്ച് ഗ്യാങ് ഉണ്ടാക്കിയതാ. അപ്പൊ പഴയ ഡയറക്ടേഴ്സ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് അവർക്ക് അസൂയ തോന്നി. ഇങ്ങനത്തെ സിനിമ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അതിന് അതാ പറഞ്ഞ ഫോട്ടോ വെച്ച് ഗ്യാങ് എല്ലാവരും പറയും ഡ്രഗ് അഡിക്റ്റ് ആണ് മറ്റേ. പക്ഷെ അവർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാ. ഈ കണ്ടാണോ ക്രിയേറ്റിവിറ്റി? ഈ കാണുന്ന ക്രിയേറ്റിവിറ്റി ആണ്. അപ്പൊ അങ്ങനെ ഉണ്ട് താനീ കാണുന്ന ഹോളിവുഡ് മൂവീസും മറ്റേ ഫോറിൻ ലാംഗ്വേജ് മൂവീസിനൊക്കെ ഇതിലും വലിയ ക്രിയേറ്റിവിറ്റി ആണ്. അവർ വലിയ കൂടിയ ഡ്രഗാണ് അടിക്കുന്നത്. മോഹൻലാലിന്റെ കാര്യമല്ലേ പറഞ്ഞത്? ഫോറിൻ ലാംഗ്വേജ് മൂവീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, കൊറിയൻ, അവരപ്പോ ഈ ഇവിടെ അടിക്കുന്നതിനൊക്കെ കൂടുതൽ ഡ്രഗ് അടിക്കുന്നതുകൊണ്ടാണ് അവിടെ കൂടുതൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. സമ്മതിച്ചു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഉള്ളവർ ഡ്രഗ്സ് അടിച്ചിട്ടാണ് ഇത്രയും ചെയ്യുന്നതെങ്കിൽ ഡ്രഗ്സ് അടിക്കാതെ എടുക്കുന്ന പടത്തിന് ക്രിയേറ്റിവിറ്റി കുറവായിരിക്കുമോ? ഭൂരിഭാഗം ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആൾക്കാർക്ക് പ്രശ്നങ്ങളുണ്ടാവും. അവര് വേറെ ഇമാജിനറി വേൾഡിലേക്ക് പോകണമെങ്കിൽ ഡ്രഗ്സും കള്ളെല്ലാം വേണ്ടി വരും. തകഴി പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് ഒരു ബുക്ക് നോവൽ എനിക്ക് കള്ളു കുടിക്കാൻ പറ്റില്ല. ഇമാജിനേഷനാണ്. ഇമാജിനേഷനിൽ വേറെ ലോകത്തിലേക്കാണ് പോകുന്നത്. ആ ലോകത്തേക്ക് പോകണമെങ്കിൽ തന്നെ വേണം. നമ്മൾ കള്ളു കുടിക്കുമ്പോൾ വേറെ ലോകത്തിലേക്കല്ല പോകുന്നത്. ആ ഒരു ഇമാജിനറി വേൾഡ് അതൊരു ഫാന്റസി വരണമെങ്കിൽ അത് വേണ്ടേ. ഇപ്പൊ മലയാളത്തിൽ ഏറ്റവും സിനിമയിൽ ലോജിക്ക് പോകുന്നത്. എന്ത് സിനിമയിൽ ലോജിക്ക് നോക്കണ്ട? ഇപ്പൊ വരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമോ? അവർക്ക് ഡ്രഗ് അടിച്ചിട്ടാണോ എന്തെങ്കിലും ചെയ്യുന്നത്? അല്ല, ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഡ്രഗ്സ് ആണോ? ആര് പറഞ്ഞു? എനിക്ക് തോന്നുന്നില്ല ഐൻസ്റ്റൈൻ തിരിച്ച പോലെയോ ഷേക്സ്പിയർ തിരിച്ച പോലെ എല്ലാം പറ്റും. ക്രിയേറ്റീവ് പറ്റും. ആ സ്റ്റേജ് ആയിട്ടില്ല. പക്ഷെ
അത്രയും ഒറിജിനൽ തോട്ട് വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് വെറുതെ കള്ളം പറയുന്നത് ഇത് അല്ല, എഐക്ക് ഒന്നാണ് കമ്പ്യൂട്ടറിന് ചിന്തിക്കാൻ. ഇത് ഈ അടിക്കുന്നവരെല്ലാം കൂടി വെറുതെ പറഞ്ഞു അടിച്ചാലേ ഇത് വരത്തുള്ളൂ. ഒരു എക്സ്ട്രോർഡിനറി എവല്യൂഷൻ തിയറി ഡാർവിൻ കൊണ്ടുവന്നു. ഈ കള്ളടിക്കാനായിട്ട് റീസൺ മാത്രമാണ്. ചിന്തിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഈ കാണുന്ന വേറെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു സോഫ്റ്റ്വെയറിന് വേറെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റും. ലൂപ്പിംഗ് ഓപ്പറേഷൻ ആണ് വരും. ഇവര് ലൂപ്പിംഗ് ആണ് ഇവര് ഏറ്റവും സ്പീഡപ്പ് ചെയ്യണം. അത് ഭയങ്കര സ്പീഡപ്പ് ചെയ്യും. പക്ഷെ കമ്പ്യൂട്ടറിൽ ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അത്രത്തോളം ഡേറ്റ ഉണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സ്യൂട്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ പറഞ്ഞാല് അതിന് വേറൊന്നും വേണ്ട. അതിന് ജസ്റ്റ് വേണ്ടത് ഡേറ്റയാണ്. ഹ്യൂമൻ ന്യൂറോൺ ഇമിറ്റേറ്റ് ചെയ്യും. അത് കുറച്ച് സ്റ്റേജ് ആകുമ്പോൾ ക്രിയേറ്റിവിറ്റി പറ്റും. ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ അത്രയും ക്രിയേറ്റിവിറ്റി ചിന്തിക്കാൻ പറ്റും. മനുഷ്യനേക്കാൾ കൂടുതൽ ചിന്തിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല. മനുഷ്യന്റെ തല ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ മെമ്മറിയും അത്രയും എക്സ്ട്രീം എൻഡിലേക്ക് പോകാൻ പറ്റുന്ന ടൈപ്പ് കോമ്പിനേഷൻസ് ഒക്കെ പോസിബിൾ ആണ്. ഒരു റോബോട്ട് സർജറി പെട്ടെന്ന് ബ്ലീഡിങ് വന്നാൽ റോബോട്ടിന് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ബ്ലീഡിങ് വരത്തില്ല. എന്താ കാര്യം വരാത്തതിന്റെ? എങ്ങനെ ഈ വരുന്നത്? എടോ റീഡിങ് ശരിയായല്ലോ. തന്നോട് ഞാൻ കാര്യം പറയാം. റോബോട്ടിക്സ് ഈ സാധനമൊക്കെ വരുമ്പോൾ എങ്ങനെയാണെന്നറിയാം, തന്റെ ആ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ ആ റീസൺ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അവർ ആ പ്രൊസീജിയറിലോട്ട് പോകത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു സാധനം എക്സ്ട്രാ വേറെ വരത്തില്ല, വരേണ്ട ആവശ്യമില്ല. തനിക്കിപ്പോ കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുന്നു, തിമിരമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. എന്തിനാ മനുഷ്യത്വം വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? എന്റെ ഐഡിയ റോബോട്ടിക് ജഡ്ജ് കമാൻഡ് ബാസ് ഇല്ലേ, ലോയുടെ വലിയ ആളാണ്. അയാളോടെ പറഞ്ഞു എന്തുകൊണ്ട് റോബോട്ടിക് ജഡ്ജ് കൊണ്ടുവന്നോടാ. അയാൾ പറഞ്ഞാൽ പിന്നെ മനുഷ്യത്വം വർക്ക് ചെയ്യില്ല. അത് ഇപ്പൊ ഉള്ളവരുടെ ഒരു ഇത് വെച്ചിട്ട് പറയുന്ന അറിവ് വെച്ചിട്ട് പറയും. അതാ പറഞ്ഞ. അപ്പൊ അതേപോലെ ഇതിന് ഇപ്പൊ എന്റെ ചില സർജന്മാർ എന്റെ ചെവിയിൽ സർജറി ആള് സർജറിയിൽ ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ സ്കിൽഡ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഹോൾ തിങ് അത് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ പറയുന്ന. പണ്ട് ചായ അടിച്ചോണ്ടിരുന്നവർ ഇത് തന്നെ പറഞ്ഞോണ്ടിരുന്നത്. ചായ ഒന്നും മെഷീൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല, അല്ലെ കാപ്പി മെഷീൻ. ഇപ്പൊ കാപ്പി ഉണ്ടാക്കുന്ന മെഷീൻ ഏറ്റവും കൂടുതൽ വിലക്ക് വിൽക്കുന്ന ഇവിടെ. എല്ലാ സർജന്മാർക്കും ആ സ്കില്ലില്ല. എടോ എല്ലാ സർജന്റെയും സ്കില്ല് ഒരു എഐക്ക് കിട്ടുമോ അല്ലെ റോബോട്ടിന് കിട്ടാന്ന് പറഞ്ഞാൽ അത് എന്തോ ചെറിയ കാര്യമാണോ? നല്ല കാര്യമാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഹ്യൂമനേക്കാൾ ട്രസ്റ്റ് ചെയ്യുന്ന എ ആയിരിക്കത്തില്ല? എങ്ങനെ മാറും? വേണ്ട, മനക്കണക്ക് വേണ്ട, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതൊന്നുമില്ല. പണ്ട് ആൾക്കാർക്ക് എന്തൊരു മെമ്മറി ആയിരുന്നു. എടോ അന്നത്തെ മെമ്മറി ഉണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന ഇപ്പൊ. പണ്ട് 10 വീട്ടിലെ ഫോണുള്ളൂ, 10 നമ്പർ ഓർത്തിരിക്കാൻ എളുപ്പമാ. ഇപ്പൊ അങ്ങനാണോ? ആ 100 നമ്പർ ഒന്നും ഓർത്ത് തന്നിട്ടില്ല. അന്നൊന്നും അത്ര നമ്പർ ഇല്ല. പിന്നെ കോപ്പ് സാധാരണക്കാരൻ എന്നെ സംബന്ധിച്ച് ഒരു 10 നമ്പർ എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ അടുത്ത കൂട്ടുകാരുടെ നമ്പർ എനിക്ക് കാണാൻ അറിയാറുണ്ട്. എന്റെ അമ്മയ്ക്ക് എത്ര ഫോൺ നമ്പർ അറിയാറിയോ? അതെത്ര എണ്ണ എടുക്ക്, ഒരു 20 എണ്ണം കാണും മാക്സിമം. ചുമ്മാ പറയാം. എക്സ്ട്രാ ഓർഡിനറി മെമ്മറി ഉള്ളവർ മാത്രമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ഉപയോഗിച്ചൊന്നും കൂടത്തൊന്നുമില്ല. ഉപയോഗിച്ച് കൂടിക്കഴിഞ്ഞാൽ എന്താ പറ്റുമെന്നറിയോ? ബ്രെയിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഇതാവും, ലാസ്റ്റിൽ മൊത്തം മറന്നു പോകും. തന്നെ കൊണ്ട് ഒരു 1000 നമ്പർ ഓർത്തിരിക്കാൻ പറ്റുന്ന നടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ ഫോൺ നമ്പർ എടോ അത് വല്ലവരും അത് പ്രത്യേക ഒരു കേസാണ്. അത് ചിലർക്ക് അത് എത്ര പേരെ താൻ കണ്ടിട്ടുണ്ട്? ഒരാളെയല്ലേ കണ്ടിട്ടുള്ളൂ. പറ്റത്തില്ല. അങ്ങനെ ഡെവലപ്പ് ചെയ്താൽ അവനെ പോലെ ഇരിക്കേണ്ടി വരും. എല്ലാവർക്കും ഇത് ഡെവലപ്പ് ചെയ്താൽ മതി ജീവിക്കാനായിട്ട്. അവരെ ക്രൈസിസ് സ്റ്റഡീസ് കുറെ ഓവർകം ചെയ്താൽ നമ്മളെ ഉപയോഗിക്കുമ്പോഴാണ് അത് കൂടുതൽ. ആദ്യം ബേസിക് ആയിട്ട് കുറച്ച് ഇന്റലിജൻസ് വേണം. അത് ജനറ്റിക് ആയിട്ട് കിട്ടണം. അത് കഴിഞ്ഞ് അത് ഷാർപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോഴത്തെ പിള്ളേർക്ക് മനക്കണക്ക് ചെയ്യാൻ പറ്റും. മെന്റൽ സ്റ്റാൻഡ് ചെയ്യുന്നില്ല, എല്ലാവരും കാൽക്കുലേറ്റർ ആണ്. മനക്കണക്ക് ചെയ്യുന്നില്ല. സൗന്ദര്യ ദേവിയിൽ എന്തൊരു മനക്കണക്ക് ചെയ്യുന്ന ആളായിരുന്നു. ഇപ്പൊ മനക്കണക്ക് ആരും ചെയ്യുന്നില്ല, എല്ലാം കാൽക്കുലേറ്റർ ആണ്. നമ്പേഴ്സ് ആരും ഓർത്ത് വെക്കുന്നില്ല. ഇനി കുറച്ച് ക്രിയേറ്റിവിറ്റിയും പോകും. എല്ലാം പോയി അവസരം മനുഷ്യർ മന്ദബുദ്ധികളാണ്. അവസാനം ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മാത്രം ബുദ്ധി ഉണ്ടാവും. ഇത് ഉണ്ടാക്കുന്ന ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് ബുദ്ധി ഉണ്ടാവും, ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊന്നും ബുദ്ധിയില്ല. മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിക്കുന്നില്ല. മനക്കണക്ക് കൂട്ടിക്കൊണ്ട് ചെയ്യുന്നതിനേക്കാളും 1 ലക്ഷം ആ ഒരാളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ലോകത്തിന്? അത് അവര് ചെയ്തോട്ടെ. അതിന് ആരവരെ തടഞ്ഞു? ഇവിടെ കൂടുതൽ ആൾക്കാർക്ക് എളുപ്പം ഉണ്ടാകണം കാര്യങ്ങൾ, കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകണം. അല്ലാതെ ഒരാൾക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ആരാധിക്കുകയല്ല ചെയ്യുന്നത്. അയാൾക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അയാളെ പൊക്കിക്കൊണ്ട് നടക്കുന്നില്ല, താത്തി ഇടുന്നുമില്ല. ശരി, ഇത് കൊള്ളാം, എല്ലാവർക്കും പറ്റണം.
മമ്മൂട്ടി ഡെവലപ്പ് ചെയ്തില്ലേ? എടോ മമ്മൂട്ടിക്ക് natural ആയിട്ട് talent എന്നാ തനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ? എന്തോ തനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? തന്നോട് ഞാൻ പറയാ നാളത്തെ ഒളിമ്പിക്സിന് പോകാൻ തനിക്ക് പറ്റൂ? ഞാൻ മിസ്റ്റേക്സ് ആണ്. മമ്മൂട്ടി ആക്ടർ 80കളിലെ ആക്ടറാണ് ഇപ്പൊ. പുള്ളി എത്ര ഇമ്പ്രൂവ് ചെയ്തു. പുള്ളി ആ വർക്ക് ചെയ്ത് എത്ര ഡെവലപ്പ് ചെയ്തു. പുള്ളിക്ക് മറ്റേ കോമഡി പറ്റില്ല. പുള്ളി രാജ്യാറ്റിൽ കോമഡി ചെയ്തില്ലേ? താനീ പറയുന്ന വിഷയം ഡെവലപ്പ് ചെയ്യാനാണ്. എല്ലാവർക്കും എല്ലാം ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതിൽ കൂടുതൽ ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളുണ്ട്. ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യണം? അവരെല്ലാം ഇവരെ പോലെ ആവാൻ നോക്കുവോ? അങ്ങനെ എല്ലാവരും ഇവരെ പോലെ ആയാൽ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഒരാൾ കണക്കൂട്ടാൻ കഴിവുള്ളവനായിരിക്കും, ചിലപ്പോൾ ഒരാൾ പടം വരയ്ക്കാൻ കഴിവുള്ളവനായിരിക്കും. അത് അവരവരുടെ കഴിവ് മാത്രമാണ്. പക്ഷെ ഇതെല്ലാം ഈസി ആവണം. ഈ കണക്കെന്ന് പറയുന്ന ഒരാളുടെ മാത്രം പ്രോഡക്റ്റ് ആയിട്ട് വെക്കേണ്ട കാര്യമല്ല. കണക്കെന്നൊക്കെ പറയുന്ന ഒരാൾക്ക് മാത്രം പറ്റിയ കാര്യമല്ല. ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ അയാൾക്ക് മാത്രമല്ല കഴിവ്, എല്ലാവർക്കും ഒരുപാട് പേർക്ക് വേണം അത്. പക്ഷെ കണക്ക് അങ്ങനല്ല. ക്രിക്കറ്റ് നിർബന്ധമില്ല, നിർബന്ധമില്ല. ക്രിക്കറ്റ് നിർബന്ധമില്ല. ആ അതിനകത്ത് എന്താ വേണ്ടേ? അത് എളുപ്പം നടക്കണം. ഇനിയിപ്പോ ഫോർമുല ഒന്നും വേണ്ട. ജസ്റ്റ് എയോട് പറഞ്ഞാൽ മതി ഈ റൂമിന്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണെന്ന് കണക്കൂട്ടി തരണം. അപ്പൊ എ പറയുന്നുണ്ട് അവിടെ നിന്ന് ഇത്രയും ദൂരം വരെ ഒന്ന് കാണിച്ച് എത്ര സെന്റിമീറ്റർ ഉണ്ടെന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. കണക്ക് അങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലും കഴിവുണ്ടോ? ഇവിടെ മതന്മാരെ മതത്തിലേക്ക് ആരും ഇല്ല. മെന്റലി ഇട്ടാണ് പിള്ളേർക്ക് പോലും. പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങൾ വന്ന് ആ കഴിവ് എന്താണ് പറഞ്ഞത് ഐഡന്റിഫൈ ചെയ്തില്ല. അതൊന്നും ഐഡന്റിഫൈ ഇടോ. ഞാൻ ചോദിച്ചോട്ടെ, തനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് തന്റെ കൈ കിട്ടിയ താൻ എന്തിനാ എടുക്കാതിരിക്കുന്നത്? ഞാൻ തന്നെ ഇപ്പോഴാണ് എന്റെ ഫീൽഡിൽ എത്തിയത്. ഫിലോസഫി സിനിമയാണ് എന്റെ പാഷൻ. സിനിമ ഹോബിയല്ല, ഫിലോസഫിയാണ്. ഞാൻ ഫിലോസഫി എത്തിയത് ഇപ്പോഴാണ്. ഓരോരുത്തർക്ക് ചിലരുടെ ഭാഗ്യം. ടെണ്ടുൽക്കർ എങ്ങനെ ഭാഗ്യം ക്രിക്കറ്റിലെത്തി, മോഹൻലാൽ സിനിമയിലെത്തി. ഞാൻ ചോദിക്കുന്ന റോബോട്ട് വരുമ്പോ ക്രിക്കറ്റ് കളിക്കുന്ന റോബോട്ട് വന്നു, സച്ചിനേക്കാളും കഴിവുള്ളവൻ ഒരു ബോൾ പോലും മിസ്സാകത്തില്ല, എല്ലാം സിക്സ് അടിക്കും. നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കണ്ടേ, നമ്മുടെ ടാലന്റ് ഉപയോഗിക്കണ്ടേ? അതിന് ആരോ തടയുന്ന എവിടെ? അതിന് ഇത് നമ്മുടെ ടാലന്റ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കുന്നത് മനുഷ്യർ മന്ദബുദ്ധിയിലാകാൻ പോവാണ്. ഇല്ല, എന്റെ മനുഷ്യൻ ക്രിക്കറ്റുകൾ നിർത്തും ഉടനെ. ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കിലോ ടാലന്റോ ഇന്റലിജൻസോ ഉപയോഗിക്കണ്ട. എടോ തനിക്ക് റിക്രിയേഷൻ വേണ്ടേ? ബ്രെയിൻ ഷാർപ്പ് ആവില്ല. എടോ തനിക്ക് കൂടുതൽ സമയം കളിക്കാൻ കിട്ടും, കൂടുതൽ പേർക്ക് കളിക്കാം. ഒരു റോബോട്ട് ക്രിക്കറ്റ് കളിക്കുന്നത് ടെണ്ടുൽക്കർ കളിക്കുന്ന വ്യത്യാസമില്ലേ? വ്യത്യാസം കാണാം. അത് ആ രണ്ട് ഗെയിം നടക്കുമെന്നേ. ക്രിക്കറ്റ് മാച്ച് താൻ ക്രിക്കറ്റ് കളിക്കുന്നില്ലേ? ഞാൻ റോബോട്ട് കളിക്കുന്നതും ഒരു മാൻ കളിക്കുന്ന വ്യത്യാസമില്ലേ? ഉണ്ട്. ടെണ്ടുൽക്കർ കളിക്കുമ്പോൾ ആ ഒരു ഹരം ഒരു റോബോട്ടിക് ക്രിക്കറ്റ് കിട്ടും. ഞാൻ ഒരു കാര്യം പറയാം. ഓക്കെ, മനുഷ്യന് സർജറി ചെയ്യും, റോബോട്ട് സർജറി ചെയ്യും. പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു റോബോട്ട് വണ്ടി ഓടിക്കും. ഇപ്പൊ ഓട്ടോമാറ്റിക് ഓടുന്ന കാറ് കണ്ടില്ലേ? ഞാൻ പറയട്ടെ, ഇവിടെ വളരെ കുറച്ച് ആൾക്കാരാണ് അവരുടെ ടാലന്റ് മനസ്സിലാക്കുന്നത്. മിക്ക ആൾക്കാരും റോങ് ഫീൽഡിലാണ് പോകുന്നത്. IT ഫീൽഡിൽ തന്നെ സ്ട്രെസ് വരാൻ കാരണം എന്താ? മിക്കവർക്കും പ്രോഗ്രാമിംഗ് അറിയില്ല. ഞാൻ ചെറിയൊരു കാര്യം ചെയ്തല്ലേ, മിക്കവർക്കും ഈ സോഫ്റ്റ്വെയർ അവിടോട്ടല്ലേ പോകുന്നത്. എഞ്ചിനീയേഴ്സ് കുറെ പിള്ളേരുണ്ട്, ഇവർക്ക് എല്ലാം പ്രോഗ്രാമിംഗ് സ്കിൽ ഇല്ല. അവര് അങ്ങനത്തെ ആൾക്കാർ പോകുമ്പോഴാണ് നമ്മുടെ ജോലി, നമ്മൾ ഒരു കാര്യത്തിൽ ഗുഡാണ് വിചാരിച്ചോ, നമ്മൾ ആ ജോലി എൻജോയ് ചെയ്യും. ഞാനൊരു കാര്യം പറയാം, ജോലിയുടെ കാര്യം വേണ്ടി. ഇപ്പൊ തനിക്ക് ജോലി എൻജോയ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കുന്നതിന് പറ. നമ്മുടെ എഡ്യൂക്കേഷന്റെ ഏറ്റവും കുഴപ്പമാണ്, ഇവിടെ വളരെ ചുരുക്കം ആൾക്കാരെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ഫീൽഡിൽ എത്തുന്നുള്ളൂ. അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ പ്രൊഡക്ടിവിറ്റി കൂടും. റഷ്യയില് പണ്ട് ചെറുപ്പത്തിലെ പിള്ളേരെ ഐഡന്റിഫൈ ചെയ്യും കഴിവെന്താണ്. ഇവിടെ മനസ്സിലായില്ല. ഇത് കഴിഞ്ഞു പോയി, ആ കാലം കഴിഞ്ഞു. കഴിവ് അല്ലെങ്കിൽ ബുദ്ധി മനസ്സിലാക്കുന്ന ആൾക്കാർ നമ്മുടെ റൈറ്റ് ഫീൽഡിൽ എത്തുകയാണെങ്കിൽ നമ്മളെ വർക്ക് കഴിഞ്ഞു. ഇപ്പൊ കമലഹാസൻ പറഞ്ഞു എന്റെ പാഷനും പ്രൊഫഷനും ഒന്നാണ് സിനിമ. അയാൾക്ക് കമലഹാസൻ പറഞ്ഞാണ് അയാളുടെ പ്രൊഫഷനും അയാൾ പഠിക്കാൻ മണ്ടനായിരുന്നു, 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അയാളുടെ പ്രൊഫഷനും പാഷനും സെയിം ആണ്, സിനിമയാണ്. അങ്ങനെ പ്രൊഫഷണൽ പാഷൻ സെയിം ആയി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് എൻജോയ് ചെയ്യും. പിന്നെ ആൾക്ക് സൊസൈറ്റി പ്രൊഡക്ടിവിറ്റി കൂടും. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഏറ്റവും കുഴപ്പം ഇതാണ്. അതിനെപ്പറ്റി അല്ല പറഞ്ഞോണ്ടിരുന്നത്. ഞാൻ ആ ടോപ്പിക്ക് വന്നപ്പോ പറഞ്ഞാണ്. അല്ല, അതിനെ കുറിച്ച് അല്ലല്ലോ പറഞ്ഞോണ്ടിരുന്നത്. പിന്നെ അങ്ങോട്ടും അല്ലല്ല, എന്റെ ഇപ്പൊ ആൾക്കാരുടെ ബ്രെയിൻ ന്യൂസ് പറയാം. അതിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. ബ്രെയിൻ ന്യൂസ് പറയാം. അല്ല, ഇപ്പൊ ഡ്രൈവർ ഇല്ലാത്ത കാറ് കണ്ടോ? ഇപ്പത്തെ ആൾക്കാർക്ക് ഒരു ഓർത്തോക്കാൻ പറ്റില്ല, മണക്കളിക്കാൻ പറ്റില്ല. ക്രിയേറ്റിവിറ്റി. ഡ്രൈവർ ഇല്ലാത്ത കാർ എങ്ങനെയുണ്ട്? ഡ്രൈവർ ഇല്ലാത്ത കാറ് അതിനൊരു സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൊളയടിയിലെ ടോപ്പുള്ളത്. ഞാൻ ചോദിക്കുന്ന ആ കാർ ഓടുന്നുണ്ട്. എത്ര സംഭവിച്ചിട്ടുണ്ട് ഓട്ടോമാറ്റ് ചെയ്യുമ്പോ എത്ര എണ്ണം സംഭവിച്ചിട്ടുണ്ട്? എല്ലാം ഇടിച്ചു മരിച്ചു. എല്ലാവരും ഇടിക്കുവോ? എവിടെ? എത്ര വർഷത്തിലൊരിക്കൽ? അതിൽ കൂടുതൽ ആക്സിഡൻസ് മനുഷ്യനുണ്ടാക്കുന്നുണ്ടല്ലോ. അത് കൊള്ളാം. അതിനേക്കാൾ കൂടുതൽ ആക്സിഡൻസ് മനുഷ്യർ ഓടിച്ചുണ്ടാക്കിയിട്ടുണ്ട്.
നെഗറ്റീവ് ഉപയോഗിച്ചോടെ നെഗറ്റീവ് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് എത്രത്തോളം പറ്റും? എത്രയോ സയൻസ് ഫിക്ഷൻ മൂവീസ് കാണിക്കുന്നു. ഞാൻ സയൻസ് ഫിക്ഷൻ മൂവി അല്ല, റിയാലിറ്റി. ഇവിടെ സ്റ്റീഫൻ ഹോക്കിംഗ് നേരത്തെ പറഞ്ഞാണ് ഇതിന് ആ പ്രശ്നം ഉണ്ടെന്ന്. എന്ത് പ്രശ്നമുള്ളത്? ഇത് ബേസിക്കലി ഇവിടെ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ മനുഷ്യൻ തന്നെ വേണ്ടേ? അല്ലാതെ തന്നെ നെഗറ്റീവായിട്ട് വന്ന് ഉപയോഗിക്കുന്നതാണ് താൻ പറയുന്നത്. അങ്ങനെ അവർ തമ്മിൽ അടിച്ചോളൂ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. എത്തിക്സ് ഇല്ലെങ്കിൽ എന്ത് വന്നാലും കാര്യമില്ല. ഒസാമ ബിൻ ലാദൻ വളരെ ബുദ്ധിമാനാണ്, സിവിൽ എഞ്ചിനീയർ ആണ്. ഹിറ്റ്ലർ ഭയങ്കര ബുദ്ധിമാണ്. എങ്ങനെ അവർ ഇംഗ്ലീഷ് ഉപയോഗിച്ചു? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ലത് മനസ്സില്ലാതെ ബുദ്ധി ഉണ്ടാക്കിയത്. ഈ പറയുന്ന ഹിറ്റ്ലറും ഈ പറയുന്ന ഒസാമ ബിൻ ലാദൻ വളരെ ഇന്റലിജന്റ് ആൾക്കാരാണ്. പക്ഷെ അവർ ഇംഗ്ലീഷ് പ്രോപ്പർ രീതിയിൽ ഉപയോഗിച്ചില്ല. കാരണം എന്താ? അതാണ് പറഞ്ഞ ആദ്യം വേണ്ട എത്തിക്സ് ആണ്. അത് എല്ലാ ഫാമിലിയും ഏറ്റവും എത്തിക്കലായിട്ടുള്ള സാധനമെങ്കിലോ എഡ്യൂക്കേഷന്റെ ഇവിടെ ആൾക്കാർക്ക് ആണ് ഏറ്റവും എത്തിക്സ് ഉള്ള ആള്. ആൾക്കാർക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഏടെ അത്രയും വലിയൊരാളില്ല. ന്യൂക്ലിയർ ബോംബ് ഉണ്ടായിട്ട് അത് മിസ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വേറൊരു കാര്യം താൻ പറഞ്ഞല്ലോ, മന്ദബുദ്ധിയാവും, എല്ലാവരും അങ്ങനെ ചെയ്യത്തില്ല, കളി നിന്നു, അങ്ങനെയൊക്കെ. ഡ്രൈവിംഗ് നിന്നു പോയാൽ എന്താ കുഴപ്പം? ആ ഡ്രൈവിംഗ് സ്കില്ല് കൊണ്ട് എന്താ ഗുണം? അതുകൊണ്ടുള്ള പ്രയോജനം എന്നാ? എന്താ പ്രയോജനം? അത് ആവശ്യമുള്ളപ്പോഴാ ആ സ്കില്ല് വേണ്ടത്. തെങ്ങ കയറുന്ന സ്കില്ലാണോ? അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇവിടുത്തെ ട്രാഫിക് ഇവിടുത്തെ എന്താ പ്രോബ്ലം? ആക്സിഡന്റ് ഒഴിവാക്കാനും ട്രാഫിക് പ്രോബ്ലം എന്താ ചെയ്യേണ്ട അറിയോ? നമ്പർ ഓഫ് വെഹിക്കിൾസ് കുറയ്ക്കുക. ഈ പറഞ്ഞ വൈറസ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഈ കൊറോണ ഒരു വൈറസ് ക്രിയേറ്റഡ് ആണെന്നോ അല്ലെ ഏതോ ലാബിൽ ജനറേറ്റ് ചെയ്ത വൈറസാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. അതുപോലൊരു സാധനം ഇവിടെ ചെയ്യാൻ പാടാ. ഈ ടെക്നോളജി പറ്റത്തില്ല. ന്യൂയോർക്കിൽ പോയാലും ബാംഗ്ലൂർ പോയാലും എവിടെ ചെന്നാലും ഇവിടെ പ്രോബ്ലം, ട്രാഫിക് പ്രോബ്ലം ഇവിടെ എല്ലായിടത്തും ഉണ്ട്. എത്ര മെട്രോ വന്നാലും എന്ത് വന്നാലും കാര്യമില്ല. അന്ന് ചെയ്യേണ്ട സോവിയറ്റ് യൂണിയനിൽ വണ്ടിയിലൂടെ ആവശ്യമുള്ള കാർ കൊടുക്കുക. ഇപ്പൊ എല്ലാവർക്കും ആവശ്യമുണ്ടോ? പഴയ കാലമല്ല, പഴയത് ഇവിടെ. അത് പറയണം. ഇല്ല, പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റത്തില്ല. ഇല്ല, പറയാൻ പറ്റത്തില്ല. പഴയത് പറയല്ലേ? ഇല്ല, പഴയത് പറയല്ലേ? പഴയതിനെ പറ്റി പറയുന്നില്ലെന്ന്. ഇല്ല, അത് വേണ്ട. ഇല്ലില്ല, അത് പറയില്ലേ? ഇല്ലില്ല, കാര്യമായിട്ട് പറഞ്ഞ പണ്ടെന്നോ റഷ്യയിൽ എന്തെങ്കിലും സംഭവിച്ചു ഇവിടെ ഒരു പ്രശ്നമല്ല. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്തൊരു പ്രശ്നമില്ല. ഞാൻ ചോദിക്കുന്ന അതല്ല. ഇല്ലില്ല, അത് വേണ്ട. അത് ഭയങ്കര ടോപ്പിക്ക് തെറ്റി വെറുതെ പറയാന്നേ ഉള്ളൂ. പിന്നെ വെറുതെ സംസാരിക്കുക. എന്തിനാ അങ്ങനെ സംസാരിക്കുന്നേ? ഇല്ലില്ല, അങ്ങനല്ല. അതിന് ഈ പഴയലോട്ട് പോയിട്ടൊരു സൊല്യൂഷൻ എടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ഈ ട്രാഫിക്കിന്റെ പ്രോബ്ലം അത് വിട്ടേക്ക്. പണ്ട് ട്രാഫിക് പ്രോബ്ലം പണ്ട് ഇല്ലാന്നു. അതിന് മുമ്പ് വണ്ടി ഇല്ലായിരുന്നു, നടന്നു പോയാൽ മതിയായിരുന്നു. ഇല്ലില്ല, ഇനി നടക്കത്തില്ല. അതെന്നെ കാര്യം എന്നറിയാം. അന്നത്തെ ട്രാഫിക് അല്ല, അന്നത്തെ വണ്ടികളല്ല, അന്നത്തെ റോഡ്സ് അല്ല, റോഡ് സിസ്റ്റം അല്ല. അപ്പൊ അതുകൊണ്ട് അന്നത്തെ കേസ് വിട്ടേക്ക്. അവിടെ റഷ്യയിൽ എന്തിനും നടന്ന ഇന്നത്തെ ഒരു വിഷയമല്ല. വെറുതെ കേൾക്കാൻ വയ്യ. അത് കേൾക്കണ്ടെന്നാർക്കും. ഞാൻ അതല്ല പറയുന്നേ. ഇതിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഒത്തിരി പറയാൻ പറ്റും. എന്തിനാ അങ്ങനെ സംസാരിച്ചിട്ട് എന്താ കാര്യം? ഇത് കൊള്ളാം. നവംബർ പറ്റത്തില്ല. പിന്നെ കാർ ആവശ്യമുള്ള മേടിക്കുന്നത് വിഡിത്തരം പറയായിരിക്കും. കണ്ടോ, മണ്ടത്തരം പറഞ്ഞോ? അതാ ഞാൻ പറഞ്ഞത് പഴയ കാര്യം പറയണ്ടെന്ന്. ഇല്ല, പറ്റത്തില്ല. നമ്പർ ഓഫ് വെഹിക്കിൾസ്, നമ്പർ ഓഫ് സ്കൂട്ടർ കുറച്ചിട്ട് തന്റെ സ്കൂട്ടറും കുറച്ചിട്ട് താൻ നടക്കുവോ? ഇയാൾ എന്തൊക്കെ പറഞ്ഞു? പിന്നെ തന്റെ ഒരു കാറും ഉണ്ട്, ഒരു ബൈക്കും ഉണ്ട്. പറ, ആർക്കും ആവശ്യമില്ലാത്ത വിഡിത്തരം പറയല്ലേ? വർക്കറിന് ചിലപ്പോൾ കാർ കൊടുക്കും, പക്ഷെ മാനേജറിന് കാർ ഉണ്ടാവില്ല. വലിയ സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. പലർക്കും സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയാ. ഇവിടെ അഖിൽമാരുടെ അല്ല BMW വാങ്ങിച്ചിരിക്കാം. എടോ, ഒരു കമ്പനിയിലെ കാറ് വീട്ടിൽ കാണും. അല്ല, മാനേജർക്ക് ആശുപത്രി പോകണമെന്നുണ്ടെങ്കിൽ താൻ കൊണ്ടുപോകും. അവർക്കൊരു ട്രിപ്പ് പോകണം, അവരുടെ പ്രൈവറ്റ് ആയിട്ട് ഒരു കാറ് വേണം. എന്തൊക്കെ വിഡിത്തരം പറയണ്ട, പൊട്ടത്തരം പറയണ്ട. നിർത്ത്. അത് പൊട്ടത്തരം പറയല്ലേ? അത് വിടെ. എല്ലാവർക്കും കാറ് കൊടുക്കണ്ട. അത് മതി. നാനോ പോരാ. നാനോ ഒന്നും പോരാ. അത് മാരുതി 800 പോരാ. ഒരു SUV വേണം. 5 പേരുള്ള ഫാമിലി ഒക്കെ ഉണ്ട് ഇന്ത്യയിൽ.
അപ്പൊ എല്ലാവർക്കും അത് തന്നെ കൊടുക്കുവോ? അതൊന്നും ആ റഷ്യ വിട്ടേക്ക്, അത് കഴിഞ്ഞു. ആറെണ്ണം അത് ഒരു ഭയങ്കര വെറുതെ സമയം കളയാന്നേ ഉള്ളൂ. കുറെ പറയാനാണ്, ഞാനും വേണം കുറെ അങ്ങ് പറയാം. ഒരു സൊല്യൂഷനും ഇല്ല. ഞാൻ ചോദിച്ചത് ഇതൊന്നും അല്ല, ഞാൻ ചോദിക്കുന്ന അതല്ല. ട്രാഫിക് സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ആറെണ്ണ ഓക്കെ 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 ഓട്ടോമാറ്റിക് ഡ്രിവൺ കാർ വരുമ്പോൾ ട്രാഫിക് ഉണ്ടാവുമെന്ന് ആറെണ്ണം തോന്നുന്നുണ്ടോ? കുറച്ചെന്നല്ല, പൂർണ്ണമായിട്ടും തീർന്നാലോ? അതില്ല. ആക്സിഡൻസ് ഇല്ല, ആക്സിഡന്റ് സീറോ, ആക്സിഡന്റ് സീറോ. അതിനകത്തപ്പോ ഒരു മനുഷ്യൻ പറയുന്ന കേക്കടോ, അത് തന്റെ ആവശ്യം എന്താ? ആഹാ, അപ്പൊ തന്റെ അമ്മയ്ക്ക് കാറ് വേണ്ടേ? അത് താൻ എടുക്കണ്ട. തന്നോട് ആര് പറഞ്ഞു കാർ എടുക്കാൻ? കാർ വിറ്റു വേണ്ടെന്നേ. ആരും നിർബന്ധിച്ചോ തന്നോട്? അതിന് തനിക്ക് അപ്പോഴും ആവശ്യമില്ലാത്ത കാർ അവിടെ ഇല്ലല്ലോ. തന്റെ അമ്മയ്ക്കല്ലേ കാറുള്ളൂ, തനിക്കില്ലല്ലോ. എനിക്ക് കാർ വേണം, എനിക്കുണ്ട്. അത് തനിക്ക് വേണ്ടെന്നല്ലേ താൻ പറഞ്ഞത്? അത് അയാൾക്ക് ആവശ്യമാണ്, തനിക്ക് ആവശ്യമില്ല, താൻ എടുത്തിട്ടില്ലല്ലോ. സ്റ്റാറ്റസ് ആരുടെ ആവശ്യമാണെങ്കിലോ? പിന്നില്ല, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങനെ വരും? തനിക്ക് ഈ കളമശ്ശേരി ലുലു വരെ വന്നാ മതി. അവരങ്ങനാണോ? ഇപ്പൊ മോഹൻലാൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരുന്ന സ്കൂട്ടർ വരണമെന്നാണോ താൻ പറഞ്ഞത്? അതല്ല പറഞ്ഞത്, ഇവര് കുറെ സ്റ്റാറ്റസ് ആണ്. സ്റ്റാറ്റസ് കൊണ്ട് എന്തിനാ മമ്മൂട്ടിക്ക് 15 കാറിന് ആവശ്യമൊന്നുമില്ല. അതിനെപ്പറ്റി ആ 15 കാർ ഒരേ സമയം മമ്മൂട്ടി ഓടിച്ചോണ്ട് വരുമല്ല, മനസ്സിലായോ? ഒരു സമയം ട്രാഫിക്കിന്റെ പ്രശ്നമാണ് താൻ പറഞ്ഞത്. ഒന്ന് ട്രാഫിക്കിനകത്ത് എങ്ങനെയാണോ മമ്മൂട്ടി ഒരു കാറിലല്ലേ മമ്മൂട്ടിക്ക് വരാൻ പറ്റത്തുള്ളൂ? താൻ പറഞ്ഞ കാര്യം, ട്രാഫിക്കിന് പ്രശ്നം ഉണ്ടാവും, ഒരാൾക്ക് ഒരു കാറേ കൊടുക്കാവൂ, ഒരാൾക്ക് ഒരു കാറേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ അയാളുടെ ഇഷ്ടമാണ്. ആര് പറഞ്ഞു? ഊറ്റാൻ താനല്ലേ കൊണ്ട് കൊടുക്കുന്നത്? എന്റെ ഊറ്റിയിട്ടില്ല. എന്നെ ഒരു സിനിമാക്കാരന് എന്റെ പൈസ ഊറ്റിയിട്ടില്ല. അത് നിങ്ങൾ പോയി കണ്ടോണ്ടേ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ലെന്നേ. അപ്പൊ ഫൂളായ താനാ? താൻ ഫൂളായതുകൊണ്ടല്ലേ ഫൂളാവുന്നേ? പിന്നെ താൻ പോയി കണ്ടോ? അപ്പൊ താൻ ഫൂളല്ലേ? പിന്നെ എങ്ങനെയാ? പിന്നെ ഒരു മണ്ടത്തരത്തിന് ഇവാലുവേറ്റ് ചെയ്യാൻ പിന്നെ പോണോ? ഞാൻ കാണാറില്ല, എന്നെ ഫൂളാക്കിയിട്ടുമില്ല. ആരും സിനിമ ഒരിക്കലും ആരെയും കളിപ്പിച്ചിട്ടില്ല. ഈ മാസ് സിനിമ എടുക്കുന്നവരും ഈ രാഷ്ട്രീയക്കാരും പൊതുജന കഴുതിയാണ്. അവരെ കഴുതകളാക്കിയിട്ട് എന്നെ ജീവിക്കണം. സിനിമ എടുക്കുന്ന ആൾക്കാരും കഴുതകൾക്ക് വേണ്ടി സിനിമ എടുക്കുമ്പോ കഴുതകൾ കാണുന്നു, അല്ലാത്തവർക്ക് സിനിമ എടുക്കുമ്പോ അല്ലാത്തവർ കാണുന്നു, അത്രേ ഉള്ളൂ. 98% ആൾക്കാരും മാസാണ്, ചിന്തിക്കാത്തവരാണ്. ഈ ചിന്തിക്കുന്ന ജോൺ അബ്രാമിനെ പോലെയും മറ്റൊരു ചിന്തിക്കുന്ന ഇന്റലക്ച്വൽസ് രണ്ട് സമാനമേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ കുറവേ ഉള്ളൂ. തോന്നല പൊതുജന കഴുതയാണ്. അല്ല, മാസിന് പറ്റില്ല ചെയ്യാൻ എങ്ങനെ പലർക്കും പല ഇൻട്രസ്റ്റ് ആണ്. ഇല്ലില്ല, പലർക്കും പല ഇൻട്രസ്റ്റ് ആണ്. പിന്നെ സിനിമ ഒരു എന്റർടൈൻമെന്റ് ആയതുകൊണ്ട്, ഇവിടെ വേറെ എന്റർടൈൻമെന്റ്സ് ഇല്ലാത്തത് കൊണ്ട്, ചില സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാരും തിയേറ്ററിൽ ഓണത്തിനും ക്രിസ്മസിനൊക്കെ പോയപ്പോ ഒരു പടം ഹിറ്റായി, അത്രേ ഉള്ളൂ. അതൊരു എന്റർടൈൻമെന്റ് ആണോ? ഒരു തരത്തില് സിനിമ ഡോക്യുമെന്ററി പോലും എന്റർടൈൻമെന്റ്. അവരാണ് ശരിക്കും സിനിമാക്കാരാ. അവര് സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇവ എന്താണ് അഗ്രാറ്റിൽ കഴുതാം, ഇല്ലെങ്കിൽ അമ്മാരി, ഇതിനൊന്നും ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ബ്രാഹ്മണിസത്തെ ക്രിട്ടിസൈസ് അല്ലെങ്കിൽ ഫ്യൂഡലിസത്തെ കരയച്ചന്റെ ദൂരത്തേക്കുള്ള ഫ്യൂഡലിസത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അമ്മാരിയാണല്ലോ നക്സലൈസ് ആണ്. ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ട്, അതാണ് സിനിമ. അല്ല ഇതുപോലെ പുലിമുരുകനും മറ്റേ ലൂസിഫറും നല്ല സിനിമ, അല്ല ഒരു എന്റർടൈനേഴ്സ് ആണ്. ഇടക്കങ്ങോട്ട് മൂവി, അത് നല്ല സിനിമ. പുലികളി എന്താണ് തിലകൻ പറഞ്ഞിട്ടുണ്ട്, ഒരു നല്ല സിനിമ എന്ന് പറയുന്നത്. തൃശ്ശൂർ പൂരത്തെ പറ്റി എന്താ അഭിപ്രായം? തൃശ്ശൂർ പൂരമാണോ സിനിമയാണോ നല്ലത്? കൾച്ചറലാണ്, എന്താണേലും എന്താണ് ഞാൻ പറയട്ടെ എന്നാ. ഇപ്പൊ തിലകൻ പറഞ്ഞു സിനിമ എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്റർടൈൻമെന്റ് മെസ്സേജ് കൊടുക്കുക. കഥകളിയാണോ ഇഷ്ടം? പറയാൻ കേക്ക് ഞാൻ പറയട്ടെ മുഴുവൻ.
അതൊക്കെ മെസ്സേജ് കൊടുക്കുക. കഥകളി അറിയുന്നവർക്ക് അറിയാം, എൻജോയ് ചെയ്യണ്ട. കഥകളി കൊണ്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വിവരോ സിനിമ ആണെങ്കിൽ വിവരം വേണ്ട. ആര് പറഞ്ഞു? സിനിമ കാണാം. പിന്നെ കഥകളിയുടെ അത്ര അതിനൊക്കെ ബുദ്ധിമുട്ടാ സിനിമ മനസ്സിലാക്കാൻ. കഥകളിയുടെ അത് കുറച്ച് വിവരം ഉള്ളവർക്ക് കാണാൻ. ഏത് വിവരം? പല ആർട്ടിസ്റ്റിക്കൽ വിവരം വേണം. തനിക്ക് വിവരമുള്ള ബിൽഗേറ്റ്സിന് വിവരം ഉണ്ടോ? ഇവിടെ ഇപ്പൊ ഫാക്സ് ഇല്ല. ഒരു നമ്പിയാർ കഥകളി പ്രൊമോട്ട് പിന്നെ കഥകളി ആർട്ടിസ്റ്റിക് സെൻസ് ഒന്നും അല്ല. ഈ ആളിനെ കഥയൊക്കെ അറിഞ്ഞിരിക്കണം. ഇമാതിരി കഥകൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ഇപ്പൊ പുലിമുരുകൻ കാണുക എന്ത് ബുദ്ധി ആവശ്യമുള്ളതാണ്. പുലിമുരന്റെ ബുദ്ധി ആവശ്യമില്ലേ? അതുകൊണ്ട് മാസ് കാണും. ഈ കഥകളി അങ്ങനത്തെ ആർട്ട് ഫോംസ് ആണ്. അങ്ങനത്തെ സെൻസ് വേണം, എസ്തെറ്റിക് സെൻസ് വേണം. അങ്ങനത്തെ കാര്യം അറിയണം. ആര് പറഞ്ഞു കഥകളി എസ്തെറ്റിക് സെൻസ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമെന്ന്? ഞാൻ ബുദ്ധിയല്ല പറയുന്നത്. അത് മിനിമം കുറച്ച് വിവരം വേണം. എന്തിനെ പറ്റി? അതിനെ കുറിച്ച്, കഥകളിയെ കുറിച്ച് അറിയണം. വിവരം ഇല്ലാത്തവരാണ് ബാക്കി. കഥകളി അറിയാത്തവരെല്ലാം വിവരം ഇല്ലാത്തവരാണ്. അങ്ങനെയല്ല, വെറുതെ ഇങ്ങനെ അറിയില്ല. പിന്നെ അതിനെ കുറിച്ച് അറിഞ്ഞിട്ട് അതിനെ പോയി കണ്ടിട്ട് ആസ്വദിക്കണം. അതിന്റെ ആവശ്യമില്ല. കലാമണ്ഡൽ ഗോപിയാണ്. മൈക്കിൾ ജാക്സണോ? മൈക്കിൾ ജാക്സൺ അത് പോപ്പാണ്. എന്താണേലും അത് നോർമൽ കൾച്ചറാണ്. അത് സണക്കാക്കുള്ളതാണ്. എപ്പോഴും ഏറ്റവും കൂടുതൽ മാസിന് ഇത് ചെയ്യുന്നത് ലോക്കൽ. ഇപ്പൊ ചേരമ്പകത്ത് പറഞ്ഞ ആൾ IIT അയാലും ഏത് നോവൽസ് വളരെ മോശം നോവൽസാണ്. കാരണം എന്താണ്? അത് കാശ് വേണം. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അപ്പൊ ഇത്ര വലിയ സംഭവമായിട്ട് കഥകളൊക്കെ ഇങ്ങനെ ആർക്കും വേണ്ടതായി പോയത്? അതിപ്പോ വിവരമില്ല. ആ ടെൻഷൻ പോയി. ഇപ്പൊ അതൊക്കെ അങ്ങനെ സമയമില്ല. അങ്ങനെ അത് പോവാൻ പറ്റുമോ? നല്ലൊരു സെൻസ് പോവോ? ഒരു കഥകളി കാണാനുള്ള ടൈം ഇല്ല ആൾക്കാർക്ക്. ആര് പറഞ്ഞു? സിനിമ കാണാൻ പോലും ടൈം ഇല്ല. കഥകളിക്ക് 3 മണിക്കൂർ സമയമുണ്ടോ? ഫാസ്റ്റ് വേൾഡ് ആയി. അതുകൊണ്ടല്ല. ഇന്നത്തെ ആൾക്കാർക്ക് ഒരു 3.5 മണിക്കൂർ. പ്രാചീന കലകൾ എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ടാകുന്നത് അതിന്റെ സ്കോപ്പ് കുറയുന്നോണ്ടാ. സാധ്യതകൾ ഒത്തിരി കുറവാ. ഈ കഥകളി ഉണ്ടായിക്കൊണ്ടിരുന്ന കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. 1 കണ്ട് 2 കണ്ട് നിർത്തും. നമ്മുടെ മൈൻഡ് കുറച്ച് ഫ്രീ ആണ്. പിന്നെ ഒരേ പാട്ട് ഞാൻ 10 പ്രാവശ്യം കേൾക്കുമോ? ഷേക്സ്പിയറിന്റെ പലതും അന്നത്തെ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. ആദ്യമായിട്ടാ കേൾക്കുന്നെങ്കിൽ എൻജോയ് ചെയ്യും. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. നമുക്ക് മൈൻഡ് ഇല്ല. എന്റെ ആരാധന ഒരു കഥകളി എൻജോയ് ചെയ്യണമെങ്കിൽ കുറച്ച് മൈൻഡ് കുറച്ച് ക്രിയേറ്റിവിറ്റി സാവകാശം വേണം. സാവകാശം വേണം. എന്തിന്? ഞാൻ പറയട്ടെ, ഒരു സാവകാശം കുറച്ച് റിലാക്സ്ഡ് അല്ലെങ്കിൽ ആണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും. തനിക്കപ്പൊ ബുദ്ധി ഇല്ലേ? താൻ എന്താ കഥകളി കാണാത്തെ? തനിക്ക് ആ വിവരമില്ലേ? ഞാൻ എന്റെ ബുദ്ധി കുറിച്ച് അല്ല, തനിക്ക് വിവരം ഇല്ലാത്തോണ്ടാണ് ഞാൻ കഥകളി കാണാൻ. ഞാൻ എല്ലാ സിനിമയും കാണാറുണ്ട്. എനിക്ക് സിനിമയുടെ കാര്യമല്ലേ കഥകളി? നമ്മുടെ മൈൻഡ് സ്വസ്ഥമായി ഒരു റിലാക്സ്ഡ് അല്ലെങ്കിൽ കുറച്ച്. അപ്പൊ കഥകളിക്ക് അതില്ലേ? പറയുന്ന കേക്ക് കഥകളിയിൽ എൻജോയ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ വേണം. അത് ഏത് തരം മാനസികാവസ്ഥയാ? ആ ഒരു മാനസികാവസ്ഥ. ഇപ്പൊ ഷേക്സ്പിയറിന്റെ പഴയ പടം ഇപ്പൊ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ആര് പറഞ്ഞു? കാലഘട്ടം മാറി. ഇല്ല, പറ്റും. ഞാൻ പറഞ്ഞോട്ടെ 80കളിലെ സിനിമകളിൽ സ്റ്റോറി നോക്കിക്കൊണ്ടിരുന്ന. ഇന്ന് സ്റ്റോറി എല്ലാം നോക്കുന്ന മേക്കിംഗ് ആണ്. അല്ല, ഇവിടെ ഇന്നൊരു പടം ഇട്ടാണ് 2 കാര്യമേ ഉള്ളൂ. എന്റെ ഞാനിപ്പോ എല്ലാരും എന്നെ കളിയാക്കും. ഷേക്സ്പിയറിന്റെ ഏത് സ്റ്റോറി അല്ല ഏത് ഡ്രാമ വേണേലും ഇപ്പൊ സിനിമയാക്കുമ്പോ മേക്കിംഗ് അങ്ങ് നല്ലപോലെ മേക്ക് ചെയ്താലോ? ഇപ്പൊ റിവ്യൂ കൊടുക്കുമ്പോ എന്നെ എല്ലാരും കളിയാക്കും. ലാഗ് വന്ന പോക്കാണ്. ആര് പറഞ്ഞു? ഈ കാലത്ത് ഒരു പടത്തിൽ ലാഗ് വന്ന താൻ പറയുന്ന തരത്തിലുള്ള ലാഗ് ആണേലും ചുമ്മാതാ. മലയക്കോട്ടെ വാലിബൻ സിനിമ ഇറങ്ങുന്ന മുമ്പേ ഞാൻ പറഞ്ഞു പടം ഓടില്ലാണ്. കാരണം അതിന്റെ ഒരു പാട്ട് കണ്ടപ്പോ മനസ്സിലായി ഭയങ്കര സ്ലോ ആണ്. എടോ, അതിനേക്കാൾ സ്ലോ ആയിരുന്നു ബ്രഹ്മയുഗം. ആര് പറഞ്ഞു? അങ്ങനെയല്ല. സിനിമ നല്ല സിനിമയാണ്. ഫ്ലോപ്പാൻ കാരണം സ്ലോ ആയതുകൊണ്ടാണ്. അല്ല, മോഹൻലാൽ അഭിനയിച്ചോണ്ടോ? മോഹൻലാൽ അത്ര മോശം നടന്നല്ല. ആര് പറഞ്ഞു? മലയെക്കൊണ്ട് വാലിബൻ പറയാൻ അന്ന് നൻപോട് ഓടിയോ? നൻപോട് മമ്മൂട്ടി അഭിനയിച്ചിട്ട് ഓടിയോ? നൻപകൾ ഓടിയില്ലല്ലോ, നാറിയില്ല. നൻപകൽ നേരത്തെ മയക്കോ? മമ്മൂട്ടിയുടെ എത്ര നാണക്കേടുണ്ടായില്ല. മമ്മൂട്ടി ഒരു പടം 100 കോടി കളക്ട്. എന്താ കാരണം? പുള്ളി ക്ലാസ് മൂവീസാ ചെയ്യുന്ന. അങ്ങനല്ല, പുള്ളി ഈ കണ്ടന്റ് ഡ്രിവൻ ക്ലാസ് മൂവീസ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്തില്ല. കുഴപ്പമുള്ളതിനറിയോ? ആട്ടം പറയുന്ന പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? ആ പടം നരസിംഹം പോലെ ഓടുവോ? നരസിംഹം പോലെ ഓടത്തില്ല. നരസിംഹം പോലെ പുലിമുരുകൻ പോലെ ഓടുവോ? ഇല്ല. കാരണം അതിന്റെ ഒരു ഓഡിയൻസ് ആണ്. അതിന്റെ ഓഡിയൻസ് കൂടുതലാണ് ഇപ്പൊ ഇവിടെ. അത്രേ ഉള്ളൂ. ഒരു കഥകളി എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിൽ. പിന്നെ വേറൊരു കാര്യം പറയാം. ആട്ടം എന്ന് പറഞ്ഞ മൂവി ഓടാതിരിക്കാനുണ്ടാകുന്ന കാരണം അതിന്റെ കഥയോ തിരക്കഥയോ സംഭാഷണോ പ്രശ്നമൊന്നും അല്ല. അതിന് തിയേറ്റർ കിട്ടുന്നില്ല, ഇത്രയും മാർക്കറ്റിംഗ് നടക്കുന്നില്ല എന്നുകൊണ്ടാണ്. OTT-ലൊക്കെ നല്ലപോലെ ഓടുന്നുണ്ട്. ഈ പറഞ്ഞ പടം കാണുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ആട്ടം കണ്ടിരിക്കും. താൻ നോക്കിക്കോ, ഈ വർഷം ഇറങ്ങിയതിനകത്ത് ഏറ്റവും കൂടുതൽ OTT കയറാൻ പോകുന്നത് ആട്ടം, ബ്രഹ്മയുഗം ഇങ്ങനെയുള്ള പടങ്ങളായിരിക്കും. ലൂസിഫർ ഓടും, അതൊക്കെ ശരിയാ. പക്ഷെ അതിൽ കൂടുതൽ ആൾക്കാർ പിന്നീടാണെങ്കിലും മുന്നോട്ട് നോക്കിയോ. താൻ ഈ OTT തുടങ്ങിയിട്ട് അധികമായിട്ടില്ലല്ലോ. ഒരു 5 വർഷം കഴിഞ്ഞ് താൻ നോക്കിയോ, ഈ ലൂസിഫറിനേക്കാൾ കൂടുതൽ വ്യൂവേഴ്സ് ആട്ടത്തിന് കാണും.
താൻ എന്താ വിചാരിച്ചേ? ഞാൻ പറയട്ടെ എന്നാ, ഇവിടെ തിയേറ്റർ പിടിച്ചു വെച്ചിട്ട് ഓഡിയൻസ് ആണ്. അതിന് അവരാരും തിയേറ്ററിൽ വരാത്തവരാണോ? ഈ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്ന സാധനങ്ങളുടെ ഈ ഫാൻസുകാർക്ക് എന്ത് വിവരം ഉള്ളതാണ്? അങ്ങനൊന്നും അല്ല, ഇവിടെ ഒരു ഹൈപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഫാൻസുകാർക്ക് എന്ത് വിവരം ഉള്ളതാണ്? നമ്മൾ പറഞ്ഞു തന്ന കാര്യം ഇതല്ല. ഞാൻ ചോദിച്ചത് AI കൺട്രോൾഡ് ആയിട്ടുള്ള കാർ ഓടിക്കുമ്പോ ഞാൻ പോയിന്റ് സ്റ്റിക്ക് ഔട്ട് ചെയ്യുകയല്ല. നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഒരു കാറിന്റെ ആക്സിഡന്റിനെ പറ്റി പറഞ്ഞിട്ടാണ് ആ സിനിമയിലെത്തിയത്. എന്റെ ഇപ്പോഴത്തെ തിങ്കിങ് ഇനി മാറാൻ വേണ്ടിക്ക ഇപ്പോഴത്തെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിക്കാത്ത അവസ്ഥയാവും. വേണ്ട, മനുഷ്യന്റെ ബുദ്ധി ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്തിനാ ഉപയോഗിക്കുന്നത്? മെമ്മറി വേണ്ട, വേണ്ട, മനക്കണക്ക് വേണ്ട, വേണ്ട, ഇവ ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത അവസ്ഥ വേണ്ട, ക്രിയേറ്റിവിറ്റി ഇല്ല, ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, വേണ്ട. പിന്നെ എന്താണ് അവനെ കൊണ്ട് ഗുണം? ഞാൻ പറഞ്ഞുതരാം. അതായത് തനിക്ക് കണക്ക് കൂട്ടണ്ട, അത്രയും പണി കുറഞ്ഞിരുന്നു. ക്രിയേറ്റിവിറ്റി പോകത്തില്ല. തനിക്കറിയാവോ, ഇപ്പൊ നമ്മൾ ഈ കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യുന്ന ടൈപ്പ് AI വരുന്നതിന് മുമ്പ് തന്നെ അല്ലല്ല AI വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ഇമേജസ് ഫോട്ടോഷോപ്പിലും അല്ലാതൊക്കെ ക്രിയേറ്റ് ചെയ്യും ആൾക്കാർ. അപ്പൊ പടം വരയ്ക്കുന്ന ആൾ ഇല്ലാണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അതായത് പെയിന്റും ബ്രഷും ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന്. ഈ പെയിന്റും ബ്രഷും ഉപയോഗിക്കുന്നതിന് വേറൊരു മാർക്കറ്റ് ഉണ്ടാവും, AI ജനറേറ്ററിന് വേറൊരു മാർക്കറ്റ് ഉണ്ടാവും. ഇവിടെ പണി പോകത്തില്ല. ഈ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്തോണ്ടിരുന്ന പരിപാടി ഉണ്ടല്ലോ, എഡിറ്റിങ്, ആ ഡിസൈനിങ് ബുദ്ധി എന്ന് പറയുന്നതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് നമുക്കിപ്പോ കാണാൻ പോകുന്നത് AI വരുമ്പോൾ നമ്പർ കൂടും, ഈസി ഫാസ്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആര് മിസ്യൂസ് ചെയ്തു? AI മിസ്യൂസ് ചെയ്യാൻ പാടാ. റെഗുലേഷൻ അതും മനുഷ്യന് മാത്രം ഇടപെടുന്നോണ്ടാ. ഞാൻ പറയട്ടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോ എന്താ ചെയ്യുന്നറിയോ? നല്ലതല്ലാത്തൊന്നും അവരെടുക്കത്തില്ല. ഏറ്റവും എത്തിക്സ് എന്ന് പറയുന്നതിനകത്ത് എല്ലാ എത്തിക്സും AI ഉണ്ടെന്ന് വിചാരിക്കുക. എല്ലാ മെമ്മറി AI ക്കുണ്ട്, എല്ലാ എത്തിക്സും മെമ്മറി AI ക്കുണ്ട്. ഇന്ത്യ ലോകം മൊത്തം ഒന്നേ ഉള്ളൂ. ഇപ്പൊ സോഫ്റ്റ്വെയർ പോലെ തന്നെ AI ഒന്നാ. അങ്ങനെ ആവും, വരും, ഇനിയും വരും, ആവും, പറ്റും, ഇനി പറ്റും. എന്തുകൊണ്ടാന്ന് പറഞ്ഞുതരാം. എന്താന്ന് പറയട്ടെ, ലോകം മുഴുവൻ ഒരു കൺട്രി എന്നല്ല. ഇനി ഞാൻ വേറെ കാര്യം പറയട്ടെ, മിക്ക കൺട്രീസിലും ഉണ്ടാവും, ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിൽ റെഗുലേഷൻ വരികയാണെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഇതിനെ അങ്ങനെ റെഗുലേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ പ്രശ്നം പറ്റുന്ന ഇപ്പൊ വേറെ കാര്യം ഞാൻ പറയാം. ടെക്നോളജി എത്ര മിസ്യൂസ് ചെയ്യുന്നു തനിക്ക് അത്രയും ടെക്നോളജി അല്ലിത്, ആ ടെക്നോളജി അല്ലിത്. കുറച്ച് അഡ്വാൻസ് വരുമ്പോ അതിനേക്കാൾ അപ്പുറം പോയി. മനുഷ്യന് പിടിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ മനുഷ്യനെ അതിനെ മിസ്യൂസ് ചെയ്യാൻ പറ്റും? മനുഷ്യന് പിടിച്ചാൽ കിട്ടാത്തൊരു സാധനമാണെങ്കിൽ എങ്ങനെ അതെങ്ങനെയാണോ ബുദ്ധിമുട്ടാണ്? എടോ, മനുഷ്യന്റെ കൈവിട്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? അത് സകല ജീവജാലങ്ങളെ ഇല്ലാണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. നെഗറ്റീവിൽ എങ്ങനെ ഉപയോഗിക്കും? ആ ടെക്നോളജി അല്ലെന്ന് ഇത്. അത് ഇതുവരെ ഉള്ളതല്ലേ താൻ പറയുന്നത്? ഇന്നത്തെ ഒരു അറിവ് വെച്ചിട്ടല്ലേ താൻ സംസാരിക്കുന്നത്? ഭാവിയിൽ അത് മിസ്യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് വരുന്നത്. അത് സ്വയം ഡെവലപ്പ് ആവുക. അങ്ങനെ പോയിട്ട് അവസാനം എന്താവും? അവസാനം അതെന്താ, ഒരു മനുഷ്യനെ എലിമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മുഴുവൻ മനുഷ്യരെ എലിമിനേറ്റ് ചെയ്ത് കളയും എന്നുള്ളൊരു പേടിയൊക്കെ അല്ലേ വരുന്നത്. അതിന് എലിമിനേഷൻ എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. അതായത് നല്ലൊരു ചിന്ത എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും അറിയോ? എല്ലാം കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞൊരു സാധനത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ മരണം വരെ നീട്ടിക്കൊണ്ടുപോകും. തനിക്ക് 200 വർഷം ജീവിക്കാൻ പറ്റുന്ന കുട്ടികൾ ഇപ്പൊ ജനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉള്ളവര്, ഇപ്പൊ ജനിച്ചിട്ടുള്ളവര് പലരും 200 ഇയേഴ്സ് വരെ ആയുസുള്ളവരാണ്. അപ്പൊ എന്ത് പറ്റും? അപ്പൊ ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റത്തില്ല, ഒരു രാജ്യത്തിന് നിൽക്കാൻ പറ്റത്തില്ല. അവർക്ക് ട്രാവൽ ചെയ്യാൻ, തനിക്കുണ്ടല്ലോ, തനിക്ക് ട്രാവൽ ചെയ്യാൻ സമയമുണ്ട്, സൗകര്യം ഉണ്ടെങ്കിൽ താൻ ട്രാവൽ ചെയ്യും. അത് മാത്രമല്ല, തനിക്ക് വേൾഡ് വൈഡ് ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ ട്രാവലിംഗ് സ്പീഡ് കൂടും. ഇപ്പൊ തന്നെ ലോക്കൽ ഏരിയയിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡ്രോൺ ഒക്കെ പറന്നിറങ്ങി കഴിഞ്ഞാൽ സ്പേസിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അല്ലല്ല, ആയുസ് കൂടി കഴിയുമ്പോൾ മനുഷ്യന്റെ സ്വഭാവം മാറും. ഈ അടിപിടിയൊക്കെ നിൽക്കും. എന്നിട്ട് എന്തോ 200 ഇയേഴ്സാ ജീവിക്കണ്ടേ? അപ്പൊ താൻ 30ാമത്തെ വയസ്സിൽ താൻ എന്ത് ചെയ്യും? മരിക്കേണ്ടൊക്കെ വരായിരിക്കും. പക്ഷെ ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാ രാജ്യത്തും പോകാൻ പറ്റും. യൂറോപ്യൻ കൺട്രീസിലെല്ലാം മരുന്ന് കഴിച്ച
കുറെ ആൾക്കാർ ജീവിക്കണ്ട, ഇല്ല കഷ്ടപ്പെട്ട് ജീവിക്കണ്ട. ഇല്ല, അതുപോലെ ആയിരിക്കത്തില്ല. ഇതെന്താ ചെയ്യുന്നറിയോ? DNA ഒക്കെ കോഡ് ചെയ്തിട്ട് തനിക്ക് 50ാമത്തെ വയസ്സിൽ വരുന്ന രോഗത്തിനെ കണ്ടെത്തി ആ രോഗം വരാതെ പ്രതിരോധിക്കുകയോ ചെയ്യുന്നത്. അത് ഏജിങ് കുറയ്ക്കും. അങ്ങനെ വരുമ്പോൾ 200 years ഒക്കെ പോകും. ചിലപ്പോൾ 100 വർഷമൊക്കെ ഒരാൾ ഹെൽത്തി ആയിട്ട് ജീവിക്കും. നേരത്തേക്ക് 50 വയസ്സ് കഴിഞ്ഞാൽ ഹെൽത്തി അല്ല, ഇപ്പോൾ 70 വയസ്സ് വരെ ഹെൽത്തിയാണ്. 70 കഴിയുമ്പോഴേക്കും ആൾക്കാർ അൺഹെൽത്തി ആയിട്ട്. ഈ 75 വയസ്സുള്ള മമ്മൂട്ടിയെ കണ്ടില്ലേ? അതുപോലെ നടന്നാൽ പോരെ തനിക്ക്? മതി, അതെങ്കിലും ഉണ്ടോ? എടോ എന്തിനാ അങ്ങനെ ഓടുന്നേ? ആ സമയത്ത് ഓടണ്ടെന്നേ. അയാൾ 50ാമത്തെ വയസ്സ് വരെ ഓടിയോ? ഒരു 2 തലമുറ മുന്നേ അല്ലെ 3 തലമുറ മുന്നേ ഇത്രയും ആൾക്കാർ എല്ലാവരും 50 വയസ്സ് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണോ? മോഹൻലാൽ 64 വയസ്സായില്ലേ? എത്രയോ പേരുണ്ട്. മോഹൻലാൽ മമ്മൂട്ടി എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഒത്തിരി ആൾക്കാരുണ്ട് ഇങ്ങനത്തെ. എടോ ഇതുപോലെ അത്രയെങ്കിലും ഉണ്ട്. ഞാൻ പറയുന്ന അതല്ല. നാളെ ഇത് 100 വയസ്സിലുള്ള ഒരാളായിരിക്കും മമ്മൂട്ടിയെ പോലെ ഇരിക്കുന്നത്. 75ാമത്തെ വയസ്സിലെ ആള് 50 വയസ്സുള്ള ഒരാളെ പോലെ ഇരിക്കുന്നത്. മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതാ പറഞ്ഞത്. അപ്പൊ എന്ത് പറ്റുന്നറിയോ? ഈ ഈഗോ കുറയും, അക്രമം കുറയും. അപ്പൊ ഈ പറഞ്ഞ ബോർഡേഴ്സ് ക്രോസ് ചെയ്തേ പറ്റത്തുള്ളൂ. എല്ലായിടത്തും പോയി ജീവിക്കേണ്ടി വരും. പിന്നില്ല. കാരണം എന്താ കാര്യം എന്നറിയോ? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സാധനത്തിനെ കറക്റ്റ് ചെയ്യാൻ മനുഷ്യന് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ സേഫ് ആയെന്നാണ് അതിന്റെ അർത്ഥം. അതെല്ലാം കറക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാം കറക്റ്റ് ചെയ്യാന്നുള്ള. പൊല്യൂഷൻ കുറച്ച് തരും, നല്ല വെള്ളം എടുത്തു തരണം, ഈ ഭൂമി നന്നാക്കണം. അപ്പൊ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ബാക്ടീരിയക്ക് വരെ ജീവിക്കാനുള്ള സാധനം വേണം ഇവിടെ. എല്ലാത്തിനും ജീവിക്കാം. ഏറ്റവും മൈക്രോ ഓർഗാനിസം വരെ കണ്ടുപിടിക്കും ചിലപ്പോൾ. അന്ന് മനസ്സിലാവും ഭൂമി എവിടെന്നാ ഉണ്ടായെന്നും ഇനി എന്തോരം കിടപ്പുണ്ടെന്ന്. ആണോ? അതിനെ ഒരു കൺട്രോൾ, എവിടെയെങ്കിലും ഒരു ചെറിയ കൺട്രോളെ കാണുള്ളൂ. ബാക്കി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും 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 ഒരു കൺട്രോൾ കൂട്ടി കൊടുക്കുക ചെയ്യുന്നത്. മാറാൻ സാധ്യതയുണ്ട്. ഒരു സ്വർഗം പോലെ വേൾഡേക്ക് ഉണ്ടാവുന്നു. കാരണം ആളുകൾക്ക് ഈ മനുഷ്യന്റെ കൺട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ മിസ്യൂസ് ചെയ്യും. മനുഷ്യൻ ചെയ്യുമ്പോഴാണ് എറേഴ്സും കൂടുതൽ മനുഷ്യനാ. കമ്പ്യൂട്ടർ എറർ കുറഞ്ഞില്ലേ? എന്നാലും റോബോട്ടിൽ അതിൽ കൂടുതൽ എറേഴ്സ് കുറവായിരിക്കും. ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ കാണിക്കും. പക്ഷെ അത് ഈസി ആയിട്ട് കറക്റ്റായി ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തത്തില്ല. ഒരിക്കലും ഫൈനൽ എന്ന് പറഞ്ഞ സ്റ്റേജ് ഇല്ല. ഇപ്പൊ ഒരു സർജറി ചെയ്യുകയെന്ന് വിചാരിക്കുക, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന റോബോട്ടായിരിക്കും. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ ഇത് നമുക്കിപ്പോ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഞാൻ ചോദിച്ചോട്ടെ, ക്രിയേറ്റിവിറ്റി റീപ്ലേസ് ചെയ്യാം. അതെങ്ങനെയാ റീപ്ലേസ് ചെയ്യുന്നത് വെച്ചാൽ ആറട്ടനൊരു ഇപ്പൊ ഞാൻ പറയാം. ഇവിടുത്തെ ഇതിവിടെ അൽഗോരിതം പറ്റും. അൽഗോരിതം ഇല്ലേ? അല്ലല്ല, അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഈസി ആയിരിക്കും. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്ന്. അതിനൊക്കെ നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാക്കി തരും. അത് കഴിഞ്ഞാൽ അത് ഷൂട്ട് ചെയ്യേണ്ട അതിന്റെ കൃത്യമായ രീതികൾ കാണിച്ചു തരും. പിന്നെ വേറെ കാര്യമുണ്ട്, ആറാട്ടെണ്ണ ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നതാണോ എങ്ങനെയാന്ന് ഇപ്പൊ നമുക്ക് അതിനെപ്പറ്റി കേട്ടല്ലേ പറയാം. ഞാൻ തനിക്ക് ഇഷ്ടമുള്ള സാധനമല്ലേ തന്റെ ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. തനിക്ക് തനിക്ക് ഇഷ്ടമുള്ള കാര്യം താൻ കാണുന്നില്ലേ? അതുപോലെ തന്നെ തന്നെ കാണിച്ചു തരും. എടോ അത് വിട്. അങ്ങനത്തെ അതൊക്കെ അങ്ങനെ പറയും. നമ്മള് അത് വിട്. താൻ അതിന് ഓക്കെ, ഞാൻ തന്നോട് പറഞ്ഞു തന്ന കാര്യമല്ല. തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ഇപ്പൊ കാണിച്ചു തരാം. അല്ലല്ല, തനിക്ക് ഇതിന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. തനിക്കിപ്പോ ഒരു അൽഗോരിതം എന്ന സാധനത്തിനകത്ത് താനിപ്പോ ഇൻസ്റ്റ ഫേസ്ബുക്ക് ഇതിനകത്തെല്ലാം ആഡ് വരുമെന്ന് പറയും. എടോ എനിക്കിപ്പോ എന്റെ മൊബൈൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ആനിമൽസിന്റെയും ഇതൊക്കെ സാധനം ഇതുപോലത്തെ സംഭവം കൂടുതലായിരിക്കും പറയുന്നതൊക്കെ. നിക്കേ, ഇത് ഞാൻ കാണിച്ചിട്ട് തട്ടി മാറ്റല്ലേ? അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇതെന്താ പെണ്ണുങ്ങൾ? അയ്യോ